ഓക്കെ, മോർഫോളജിയിലെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ആണ് നമ്മൾ പറയുന്നത്. മോർഫോളജിയിലെ ഫോക്കസ് ഏരിയയിൽ വരുന്ന ഫ്ലവേഴ്സിൻ്റെ ക്യാരക്ടേഴ്സാണ് പറയുന്നത്. നമുക്ക് ഫ്ലവറിൻ്റെ പാർട്സിനെ നമ്മൾ പറയുന്നത് ഫ്ലോറൽ വേൾഡ്സ് എന്നാണ്. അപ്പോൾ പാർട്സ് ഓഫ് ഫ്ലവർ ആർ കോൾഡ് ഫ്ലോറൽ വേൾഡ്സ്. Floral whorls are of 4 types. They are calyx, corolla, androecium and gynoecium. So floral whorls are calyx, corolla, androecium and gynoecium. ഇങ്ങനെ 4 ഫ്ലോറൽ വേൾഡ്സ് ആണ് ഒരു ഫ്ലവറിൽ ഉണ്ടാകുക. ഫ്ലോറൽ വേൾഡ്സ് 4ഉം ഒരു ഫ്ലവറിൽ ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് കംപ്ലീറ്റ് ഫ്ലവർ. എയ്തർ 1 or 2 ഫ്ലോറൽ വേൾഡ്സ് ആബ്സെൻ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഇൻകംപ്ലീറ്റ് ഫ്ലവർ. പിന്നെ എല്ലാം കുറച്ച് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഫ്ലോറൽ വേൾഡ്സ് 4 ടൈപ്സ്: കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. അതിൽ 4 ഫ്ലോറൽ വേൾഡ്സും ഉണ്ടെങ്കിൽ പ്രസന്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് കംപ്ലീറ്റ് ഫ്ലവർ. എയ്തർ 1 or 2 വേൾഡ് ഈസ് ആബ്സെന്റ് ഈസ് കാൾഡ് ഇൻകംപ്ലീറ്റ് ഫ്ലവർ. 4 ഫ്ലോറൽ വേൾഡ്സിലെ കാലിക്സ് ആൻഡ് കൊറോള ആർ നോട്ട് നെസസറി ഫോർ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സോ ദേ ആർ ഓൾസോ കാൾഡ് നോൺ എസെൻഷ്യൽ വേൾഡ്സ്. അപ്പോൾ നോൺ എസെൻഷ്യൽ വേൾഡ്സ് ആർ കാലിക്സ് ആൻഡ് കൊറോള. But androecium and gynoecium are the male and female reproductive organs, so they are called essential whorls. They are necessary for reproduction, so are called essential whorls. Essential whorls and non-essential whorls. Essential whorls are androecium and gynoecium. Non-essential whorls are calyx and corolla. Flower with all the 4 floral whorls is called complete flower. Either 1 or 2 whorl absent is called incomplete flower. 4 floral whorls വരുന്നത് ഒരു സോഫ്റ്റ് ടിഷ്യൂവിൽ നിന്നാണ്. Stalk of the flower is called pedicel. Stalk of the flower is called pedicel. Pedicel end, solan endineയാണ് എന്ത് പേര് പറയാ? തലാമസ് എന്ന് പറയാം. തലാമസ് ഓർ റിസെപ്റ്റക്കിൾ. തലാമസ് ഓർ റിസെപ്റ്റക്കിൾ ഈസ് ദി സോഫ്റ്റ് ടിഷ്യൂ. ഇറ്റ് ഈസ് ദി solan end of the pedicel. This stalk of flower is called pedicel. ആ പെഡിസലിൻ്റെ എൻഡിനെയാണ് എന്ത് പറയുക? തലാമസ് എന്ന് പറയാം. ഈ തലാമസിൽ നിന്നാണ് ഈ 4 ഫ്ലോറൽ വേൾഡ്സും എറൈസ് ചെയ്യുക. അപ്പോൾ ഫ്ലോറൽ വേൾഡ്സ് ആർ എറൈസിങ് ഫ്രം ദി thalamus or receptacle. Thalamus is the solan end of a pedicel. Pedicel is the stalk of the flower. A flower with pedicel is called pedicellate, and without pedicel is called a sessile flower. Okay, next one. Symmetry of flowers. Symmetry of flowers. Symmetry means നമുക്ക് ഫ്ലവറിനെ ഏത് വെർട്ടിക്കൽ പ്ലെയിനിലൂടെ ആണെങ്കിലും കട്ട് ചെയ്യാം. കട്ട് ചെയ്ത് ഈക്വൽ ഹാഫ്സ് ആയിട്ട് കിട്ടുന്നതും കിട്ടാത്തതുമായിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. Based on symmetry, flowers are of 3 types. They are actinomorphic, zygomorphic and asymmetric. Zoologyയിലെ സിമെട്രി പഠിക്കുന്നുണ്ട്. ബൈലാറ്ററൽ സിമെട്രി, റേഡിയൽ സിമെട്രി, അസിമെട്രി പഠിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെയും ആക്ടിനോമോർഫിക്, സൈഗോമോർഫിക് ആൻഡ് അസിമെട്രിക്. ഫ്ലവർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 equal halves പാസിംഗ് ത്രൂ എനി വെർട്ടിക്കൽ പ്ലെയിൻ. നോക്കുക, ഇതൊരു ഫ്ലവർ ആണെങ്കിൽ ഈ ഫ്ലവറിനെ നമുക്ക് ഏത് വെർട്ടിക്കൽ പ്ലെയിനിൽ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ്സ് കിട്ടും. ഇങ്ങനെ വെർട്ടിക്കൽ പ്ലെയിനിൽ കട്ട് ചെയ്താലും ഇങ്ങനെ കട്ട് ചെയ്താലും ഈ വെർട്ടിക്കൽ പ്ലെയിനിൽ കട്ട് ചെയ്താലും ഏത് വെർട്ടിക്കൽ പ്ലെയിനിൽ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ്സ് കിട്ടുമെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ആക്ടിനോമോർഫിക്, ഈക്വൽ ടു റേഡിയൽ സിമെട്രി ഇൻ സുവോളജി. അപ്പോൾ ഇറ്റ് ഈസ് ആക്ടിനോമോർഫിക്. ഫ്ലവർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 equal halves പാസിംഗ് ത്രൂ എനി വെർട്ടിക്കൽ റേഡിയൽ പ്ലെയിൻ. ഏത് വെർട്ടിക്കൽ പ്ലെയിനിലൂടെ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ്സ് കിട്ടുമെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ആക്ടിനോമോർഫിക്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് വൺ ഫാബേസിയ എന്ന ഫാമിലി നമ്മൾ പഠിക്കുന്നത്. ഫാബേസിയയിൽ വരുന്നത് ബീൻസ്, പീ ഒക്കെയാണ്, അല്ലെങ്കിൽ ക്ലിറ്റോറിയ, ശംഖുപുഷ്പമൊക്കെ വരുന്നത്. അതിലാണെങ്കിൽ അതിൻ്റെ ഈസ്റ്റിവേഷൻ ഇതാണ്. വെക്സിലറി ഈസ്റ്റിവേഷൻ എന്ന് പറയുന്ന ഈസ്റ്റിവേഷനാണ്. ഈ ഫ്ലവറിനെ നമുക്ക് ഈ ഒരു വെർട്ടിക്കൽ പ്ലെയിനിൽ കട്ട് ചെയ്താൽ മാത്രമേ ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ. അപ്പോൾ ഒരു വെർട്ടിക്കൽ പ്ലെയിനിൽ കട്ട് ചെയ്താൽ മാത്രമേ ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ എങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് സൈഗോമോർഫിക്. ഏത് വെർട്ടിക്കൽ പ്ലെയിനിൽ കട്ട് ചെയ്താൽ ഈക്വൽ ഹാഫ് കിട്ടുമെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ആക്ടിനോമോർഫിക്. എന്നാൽ only through a particular radial vertical plane അങ്ങനെ കട്ട് ചെയ്താൽ ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് സൈഗോമോർഫിക് എന്ന് പറയാം. എന്നാൽ ചില ഫ്ലവേഴ്സ് ഈക്വൽ സൈസ്ഡ് സെപ്പൽസോ പെറ്റൽസോ ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ കാന എന്ന് പറയുന്ന പ്ലാന്റ്, കാന, ആ പ്ലാന്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഫ്ലവറിനെ ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല എനി വെർട്ടിക്കൽ പ്ലെയിനിലൂടെ ആയാലും. അത്തരം ഫ്ലവേഴ്സിനാണ് അസിമെട്രിക് ഫ്ലവേഴ്സ് എന്ന് പറയുക. അപ്പോൾ സിമെട്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലവറിനെ നമുക്ക് ഏത് വെർട്ടിക്കൽ പ്ലെയിനിൽ വേണമെങ്കിലും കട്ട് ചെയ്യാം. കട്ട് ചെയ്താൽ ഈക്വൽ ഹാഫ്സ് കിട്ടിയാൽ ഇറ്റ് ഈസ് കാൾഡ് ആക്ടിനോമോർഫിക്. ഓൺലി ത്രൂ എ പർട്ടിക്കുലർ പ്ലെയിൻ ആണെങ്കിൽ എന്ത് പറയാം? സൈഗോമോർഫിക് എന്ന് പറയാം. അതാണ് ബൈലാറ്ററൽ സിമെട്രി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഫ്ലവർ കനോട്ട് ബി ഡിവൈഡഡ് ഇൻറ്റു 2 equal halves passing through any vertical plane is called
അസിമെട്രിക് എന്ന് പറയാം. an എക്സാമ്പിൾ കാന എന്ന പ്ലാന്റ് ആണുള്ളത്. ഓക്കെ, ഇത്രയുമാണ് സിമെട്രിയിൽ പറയുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ പൊസിഷൻ ഓഫ് ഫ്ലോറൽ പാർട്സ് ആണ്. ഫ്ലോറൽ പാർട്സ് അറിയാം, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ഈ കാലിക്സ്, കൊറോള ആൻഡ് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യത്തിൻ്റെ പൊസിഷനാണ് പറയുന്നത്. പറഞ്ഞു ഈ ഫ്ലോറൽ വേൾഡ്സ് എല്ലാം എറൈസ് ചെയ്യുന്നത് തലാമസിൽ നിന്നാണ്. അപ്പോൾ തലാമസിൻ്റെയും ഓവറിയുടെയും പൊസിഷൻസ് നോക്കിയിട്ട് ഫ്ലവേഴ്സ് നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്യാം. ദറ്റ് കണ്ടീഷൻസ് നോക്കുക, ഹൈപ്പോഗൈനി, എപ്പിഗൈനി ആൻഡ് പെരിഗൈനി. ഫ്ലവേഴ്സ് ആർ കാൾഡ് ഹൈപ്പോഗൈനസ്, എപ്പിഗൈനസ് ആൻഡ് പെരിഗൈനസ് ഫ്ലവേഴ്സ്. അപ്പോൾ ത്രീ ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ബേസ്ഡ് ഓൺ ദി പൊസിഷൻ ഓഫ് ഫ്ലോറൽ വേൾഡ്സ് ഓൺ ദി തലാമസ്. തലാമസ് എന്ന സോഫ്റ്റ് ടിഷ്യൂവിൽ നിന്നാണ് ഫ്ലോറൽ വേൾഡ്സ് വരിക. ആ ഫ്ലോറൽ വേൾഡ്സിൽ ഓവറിയുടെ പൊസിഷൻ അനുസരിച്ചാണ് പറയുക. ഫസ്റ്റ് വൺ ഹൈപ്പോഗൈനസ് ഫ്ലവർ. ഹൈപ്പോഗൈനസ് ഫ്ലവേഴ്സിൽ ഇത്തരം ഫ്ലവേഴ്സിലൊക്കെ നോക്കുക. ഫസ്റ്റ് വൺ കാലിക്സ്, നെക്സ്റ്റ് കൊറോള, അടുത്ത ആൻഡ്രീഷ്യം ആൻഡ് ലാസ്റ്റ് വൺ ഗൈനീഷ്യം. ഈ 4 ഫ്ലോറൽ വേൾഡ്സ് വരുമ്പോൾ ഈ ഫ്ലോറൽ വേൾഡ്സ് എറൈസ് ചെയ്യുന്ന ഈ പോയിന്റാണ് നമ്മൾ തലാമസ് എന്ന് പറയുക. അപ്പോൾ തലാമസ് ഈസ് ദി സോഫ്റ്റ് ടിഷ്യൂ ഫ്രം വെയർ ഫ്ലോറൽ വേൾഡ്സ് എറൈസ്. ഇറ്റ് ഈസ് എ സോളൻ എൻഡ് ഓഫ് പെഡിസൽ. താഴേക്ക് പെഡിസൽ കാണുന്നുണ്ട്. പെഡിസലിൻ്റെ എൻഡാണ് തലാമസ് ഓർ റിസപ്റ്റക്കിൾ എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് ബാക്കി ഫ്ലോറൽ വേൾഡ്സ് എല്ലാം വരുന്നത്. ഇവിടെ നോക്കുക, തലാമസ് ഇവിടെ താഴെയാണ് കാണുന്നത്, എന്നാൽ ഓവറി തലാമസിന് മുകളിലായിട്ട് കാണുന്നു. അപ്പോൾ ഓവറി ഓർ ഗൈനീഷ്യം ഓക്കുപ്പൈസ് ദി ഹയസ്റ്റ് പൊസിഷൻ. ഗൈനീഷ്യം ഓക്കുപ്പൈസ് ദി ഹയസ്റ്റ് പൊസിഷൻ. ഗൈനീഷ്യമാണ് ഏറ്റവും മുകളിൽ കാണുക. ബാക്കിയുള്ള ഫ്ലോറൽ വേൾഡ്സ് എല്ലാം അതിന് താഴെയാണ് കാണുക. ആരൊക്കെയാണ്? ആൻഡ്രീഷ്യം അതിന് താഴെ കാണുന്നു, പെറ്റൽസ് ഓർ കൊറോള കാണുന്നു, പിന്നെ താഴെ സെപ്പൽസും കാണുന്നു. അപ്പോൾ തലാമസ് ഓവറിക്ക് താഴെയും ഓവറി മുകളിലുമായി കാണുമെങ്കിൽ ഇത്തരം കണ്ടീഷനാണ് ഹൈപ്പോഗൈനസ് എന്ന് പറയുക. തലാമസ് താഴെ, ബിലോ ദി ഓവറി, ഇറ്റ് ഈസ് കാൾഡ് ഹൈപ്പോഗൈനസ് കണ്ടീഷൻ. ഓവറി അപ്പോൾ തലാമസിന് മുകളിലാണ് കാണുക. ദാറ്റ് കണ്ടീഷൻ ഇസ് കാൾഡ് സുപ്പീരിയർ ഓവറി. അപ്പോൾ വാട്ട് ഈസ് സുപ്പീരിയർ ഓവറി? തലാമസ് ഈസ് സീൻ ബിലോ ദി ഓവറി. ഇറ്റ് ഈസ് കാൾഡ് സുപ്പീരിയർ ഓവറി. ഓക്കെ, ദിസ് ഈസ് ഹൈപ്പോഗൈനസ് ഫ്ലവർ. നെക്സ്റ്റ് വൺ എപ്പിഗൈനസ് ഫ്ലവർ ആണ്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേജിൽ നോക്കുക, എപ്പിഗൈനസ്. ഹൈപ്പോഗൈനസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് എപ്പിഗൈനസ് ഫ്ലവേഴ്സ് വരിക. ഹൈപ്പോഗൈനസിൽ ഓവറി ഹയസ്റ്റ് പൊസിഷനിലും തലാമസ് താഴെ വരുന്നു. ഇവിടെ നോക്കാം, ഓവറിയാണ് താഴെ കാണുക. ഫ്ലോറൽ വേൾഡ്സ് എറൈസ് ചെയ്യുന്ന ആ പോയിന്റാണ് തലാമസ്. ഇത് കാലിക്സ്, നെക്സ്റ്റ് വൺ കൊറോള, ആൻഡ്രീഷ്യം, അതെല്ലാം വരുന്ന പോർഷൻ തലാമസ് ആണ്. അപ്പോൾ തലാമസ് മുകളിലും ഓവറി അതിൻ്റെ താഴെയുമായിട്ടാണ് കാണുക. ഗൈനീഷ്യം താഴെ കാണുന്നു. That condition is called epigynous. Epi means above, above the ovary. Thalamus is seen above the ovary is called epigynous flower. അപ്പോൾ തലാമസിന് താഴെയായിട്ട് ഓവറി വരുന്നു. ദാറ്റ് ഓവറി is called inferior ovary. ഓക്കെ, അപ്പോൾ സുപ്പീരിയർ ഓവറി ആൻഡ് ഇൻഫീരിയർ ഓവറി കണ്ടീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണെങ്കിൽ തലാമസ് താഴെയും ഓവറി മുകളിലുമായി കാണുന്നു. സച്ച് ഓവറി is called superior ovary. But in epigynous, thalamus at the highest position, ovary is seen below it. That ovary is called inferior ovary. അപ്പോൾ ഹൈപ്പോഗൈനസ് ആൻഡ് എപ്പിഗൈനസ്. നെക്സ്റ്റ് വൺ പെരിഗൈനസ്. പെരിഗൈനസ് ഫ്ലവേഴ്സ് കാണുന്നത് ഗാമോ പെറ്റാലസ് ഫ്ലവേഴ്സിലാണ്, കപ്പ് ലൈക്ക് പെറ്റൽസ് ഉള്ള ഫ്ലവേഴ്സിലാണ്. അലമാൻഡ തുടങ്ങിയ ഫ്ലവേഴ്സിലൊക്കെ എന്താണ് പെരിഗൈനസ് ഫ്ലവേഴ്സാണ് കാണുക. അത് റിം ഓഫ് പെറ്റൽസിൽ നിന്നാണ് അവിടെ സ്റ്റേമൻസ് ഒക്കെ വരിക, റിം ഓഫ് പെറ്റൽസിൽ നിന്ന്. അത് പലതും പല പൊസിഷൻസിലായിരിക്കും വരിക. അത്തരം കണ്ടീഷനിൽ ഓവറി ഈസ് കാൾഡ് ഹാഫ് സുപ്പീരിയർ ഓർ ഹാഫ് ഇൻഫീരിയർ. Ovary is called half superior or half inferior in perigynous flowers. Perigynous flowers എന്ന് പറഞ്ഞാൽ ഗാമോ പെറ്റാലസ് ഫ്ലവേഴ്സ് ആയിരിക്കും. കോളാമ്പി പൂക്കൾ, അലമാൻഡ തുടങ്ങിയ കോളാമ്പി പൂക്കളിലൊക്കെ പെരിഗൈനസ് ഫ്ലവേഴ്സ്. അവിടെ സ്റ്റേമൻസ് വരുന്നത് എല്ലാ കാലിക്സ്, കൊറോള ഇതെല്ലാം വരുന്നത് ഒരേ പോയിന്റിലായിരിക്കില്ല. റിം ഓഫ് പെറ്റൽസ് എന്നായിരിക്കും അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും പെരിഗൈനസ് ഫ്ലവേഴ്സിനെ എന്താ പറയുക, ഹാഫ് സുപ്പീരിയർ ഓർ ഹാഫ് ഇൻഫീരിയർ ഓവറി എന്ന് പറയും. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് ഹൈപ്പോഗൈനസ്, എപ്പിഗൈനസ് ആൻഡ് പെരിഗൈനസ്. ഇത് പൊസിഷൻ ഓഫ് ഫ്ലവേഴ്സ് ബേസ്ഡ് ഓൺ
ഫ്ലോറൽ വേൾഡ്സ് ഓൺ തലാമസ് ആണ് ഈ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് വേണ്ടത് കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം തുടങ്ങിയ ഫ്ലോറൽ വേൾഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുകയാണ്. 4 ഫ്ലോറൽ വേൾഡ്സ് പറഞ്ഞു: കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. അതിൽ ഔട്ടർമോസ്റ്റ് വേൾഡിനാണ് കാലിക്സ് എന്ന് പറയുക. അപ്പോൾ കാലിക്സ് ഇസ് ദി ഔട്ടർമോസ്റ്റ് ഗ്രീൻ കളേർഡ് വേൾഡ്. ഇറ്റ് പ്രൊട്ടക്ട്സ് ദി ഫ്ലവർ ഇൻ ബഡ് കണ്ടീഷൻ. ഫ്ലവറിനെ ബഡ് കണ്ടീഷനിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറാണ് കാലിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കാലിക്സ് ഏറ്റവും താഴെ കാണുന്ന ഗ്രീൻ കളർ പോർഷനാണ് കാലിക്സ് എന്ന് പറയാം. ഫങ്ഷൻ പ്രൊട്ടക്ഷൻ ആണ്. ഫ്ലവറിനെ ബഡ് കണ്ടീഷനിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കാലിക്സ് ആണ്. അപ്പോൾ കാലിക്സ് ഇസ് ദി ഔട്ടർമോസ്റ്റ് വേൾഡ്. കാലിക്സ് ഈസ് മേഡപ്പ് ഓഫ് സെപ്പൽസ്. കാലിക്സ് ഈസ് മേഡപ്പ് ഓഫ് സെപ്പൽ. കാലിക്സ് കമ്പോസ് ചെയ്തിരിക്കുന്നത് സെപ്പൽസ് ചേർന്നിട്ടാണ്. ഈ സ്ട്രക്ചേഴ്സിനാണ് സെപ്പൽസ് എന്ന് പറയുക. സെപ്പൽസ് തന്നെ 2 തരത്തിലാകാം. ചില ഫ്ലവേഴ്സിൽ സെപ്പൽസ് ഫ്യൂസ്ഡ് ആയിരിക്കാം, ചിലതിലൊക്കെ ഫ്രീ ആയിരിക്കാം. ഈ ഫ്ലവറിൽ നോക്കുക, ഇവിടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സെപ്പൽസിൻ്റെ എണ്ണം എടുക്കാം. ഇവിടെ 4 സെപ്പൽസ് ഇവിടെ കാണാം. പക്ഷേ 4 സെപ്പൽസ് മുകളിൽ മാത്രമേ കാണാൻ കഴിയുള്ളൂ. താഴെത്തുമ്പോൾ അത് കപ്പ് പോലെ ഫ്യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ വെൻ ദി സെപ്പൽസ് ആർ ഫ്യൂസ്ഡ്, ദറ്റ് കണ്ടീഷൻ ഇസ് കാൾഡ് ഗാമോസെപ്പാലസ്. അപ്പോൾ വെൻ ദ സെപ്പൽസ് ആർ ഫ്യൂസ്ഡ്, ഇറ്റ് ഈസ് കാൾഡ് ഗാമോസെപ്പാലസ്. നമ്മുടെ ഹിബിസ്കസിലൊക്കെ ഇങ്ങനെയാണ് കാണുക. ഹിബിസ്കസിലെല്ലാം, ചെമ്പരത്തിയിലൊക്കെ എന്താണ്, ഗാമോസെപ്പാലസ് ഫ്ലവേഴ്സാണ്. ഓക്കെ, അതാണ് ഫ്ലവേഴ്സിൽ കാണുക. ചില പ്ലാന്റ്സിലൊക്കെ ഫ്ലവർ കൊഴിഞ്ഞു പോകുന്നതോടുകൂടി സെപ്പൽസും താഴെ വീഴുകയാണ് നോർമൽ കേസിൽ നടക്കുക. ചിലതിലൊക്കെ സെപ്പൽസ് പ്ലാന്റ്സിൽ തന്നെ നിൽക്കാറുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റും. ടൊമാറ്റോയിലുള്ള ഫ്ലവർ കൊഴിഞ്ഞു പോയാലും, സെപ്പൽസ് കൊഴിഞ്ഞു പോയാലും കാലിക്സ് അവിടെ തന്നെ കാണാറുണ്ട്. പെറ്റൽസ് കൊഴിഞ്ഞു പോയാലും കാലിക്സ് ഓർ സെപ്പൽ അവിടെ കാണാം. ബ്രിഞ്ചാൾ, അതെല്ലാം നമുക്ക് ഫ്രൂട്ടിന് പുറത്ത് കാണുകയും ചെയ്യാം. അത്തരം കാലിക്സിനെ പറയുന്ന പേരാണ് പെർസിസ്റ്റന്റ് കാലിക്സ് എന്ന് പറയും. അപ്പോൾ പെർസിസ്റ്റന്റ് കാലിക്സ് മീൻസ് കാലിക്സ് ഫ്ലവേഴ്സ് തന്നെ റിമെയിൻ ചെയ്യും. ഫ്ലവറിൻ്റെ ഇതളുകൾ കൊഴിഞ്ഞു പോയാലും അത്തരം കാലിക്സിനാണ് എന്താ പറയുക, പെർസിസ്റ്റന്റ് കാലിക്സ് എന്ന് പറയുക. അപ്പോൾ കാലിക്സ് ഈസ് മേഡപ്പ് ഓഫ് സെപ്പൽ. കാലിക്സ് ഈസ് ദി ഔട്ടർമോസ്റ്റ് ഗ്രീൻ കളേർഡ് വേൾഡ് ദാറ്റ് പ്രൊട്ടക്ട് ദ ഫ്ലവർ ഇൻ ബഡ് കണ്ടീഷൻ. കാലിക്സ് ഈസ് മേഡപ്പ് ഓഫ് സെപ്പൽസ്. സെപ്പൽസിൻ്റെ നമ്പർ ഇവിടെ നമുക്ക് എണ്ണി നോക്കിയാൽ എഴുതാം. കാലിക്സ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ കെ. കാലിക്സ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ കെ. അപ്പോൾ നമുക്ക് ഇതിലിവിടെ നമ്പർ കൊടുക്കാം. K4 ആണ് ഇവിടുത്തെ നമ്പർ. മീൻസ് കാലിക്സ്, സെപ്പൽസ് 4. സെപ്പൽസ് 4 എണ്ണം ഉണ്ടെങ്കിൽ അതിനെന്ത് പറയാം, K4 എന്ന് എഴുതാം. പിന്നെ ഇതിപ്പോൾ ഫ്യൂസ്ഡ് ആണെന്ന് പറയും, ഗാമോസെപ്പാലസ് ആണെന്ന് പറഞ്ഞു. ഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ബ്രാക്കറ്റിൽ കൊടുക്കാം. അപ്പോൾ K4 എന്ന് മാത്രം എഴുതിയിരുന്നാൽ സെപ്പൽസ് 4 എണ്ണമുണ്ട്, അത് ഫ്രീ ആണെന്ന് അർത്ഥം. അത് ബ്രാക്കറ്റിൽ കൊടുക്കുകയാണെങ്കിൽ സെപ്പൽസ് 4 അത് ഫ്യൂസ്ഡ് ആണ്, ഗാമോസെപ്പാലസ് കണ്ടീഷനാണ്. എന്നാൽ സെപ്പൽസ് ഫ്രീ ആണെങ്കിൽ ദാറ്റ് കണ്ടീഷൻ ഇസ് കാൾഡ് പോളിസെപ്പാലസ്. അപ്പോൾ വെൻ ദ സെപ്പൽസ് ആർ ഫ്രീ ഇറ്റ് ഈസ് കാൾഡ് പോളിസെപ്പാലസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് ഫ്യൂസ്ഡ് ഇറ്റ് ഈസ് കാൾഡ് ഗാമോസെപ്പാലസ്. അപ്പോൾ ഗാമോസെപ്പാലസ് ആൻഡ് പോളിസെപ്പാലസ്. ഇത്രേ ഉള്ളൂ കാലിക്സിൽ വരുന്ന കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ കൊറോള ആണ്. കൊറോള ആണ് സെക്കൻഡ് വേൾഡ്. കൊറോള ഇസ് സെക്കൻഡ് വേൾഡ് നെക്സ്റ്റ് ടു ദി കാലിക്സ്. കൊറോള യൂഷ്വലി ഫ്ലവേഴ്സിലെല്ലാം ഇതായിരിക്കും, ബ്രൈറ്റ് കളേർഡ് ആയിരിക്കും ടു അട്രാക്ട് ഇൻസെക്ട്സ് ഫോർ പോളിനേഷൻ. എന്നാൽ വിൻ പോളിനേറ്റഡ് ഫ്ലവേഴ്സിലൊക്കെ ഒട്ടും തന്നെ അട്രാക്റ്റീവ് ആയിരിക്കുകയില്ല. എന്തായാലും അതിൻ്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ ഇൻസെക്റ്റുകളെ അട്രാക്റ്റ് ചെയ്യാണ് ഫോർ പോളിനേഷൻ. ഇതാണ് കൊറോളയുടെ ഫംഗ്ഷൻ. അപ്പോൾ കൊറോള ഈസ് എ സെക്കൻഡ് വേൾഡ്. brightly colored ആയിരിക്കും to attract insects. This corolla is made up of petals. Corolla is made up of petal. അപ്പോൾ calyx is made up of sepal and corolla is made up of petals. Corolla is represented by C. Calyx is represented by K and corolla is represented by C. And corolla is made up of petals എന്ന് പറയും. പെറ്റൽസും എന്ത് ചെയ്യുക, ഫ്രീ ആകാം, ഫ്യൂസ്ഡ് ആകാം. ഹിബിസ്കസിലൊക്കെ ആണെങ്കിൽ ഓരോരോ പെറ്റൽസ് നമുക്ക് ഇളക്കി എടുക്കാൻ കഴിയും. So it is free. It is called polypetalous. But when the petals are fused, it is called gamopetalous. അപ്പോൾ gamopetalous means petals fused ആണെങ്കിൽ അതിനെന്ത് പറയാം, gamopetalous എന്ന് പറയാം. പറഞ്ഞു അലമാൻഡ പോലുള്ള കോളാമ്പി പൂക്കളിലെല്ലാം പെറ്റൽസ് ഫ്യൂസ്ഡ് ആയിരിക്കും. ഇറ്റ് ഈസ് കാൾഡ് ഗാമോപെറ്റാലസ്. വെൻ ഇറ്റ് ഈസ് ഫ്രീ ഇറ്റ് ഈസ് കാൾഡ് പോളിപെറ്റാലസ്. അപ്പോൾ രണ്ട് വേൾഡ്സ് ആണ്, ഔട്ടർമോസ്റ്റ് ടു വേൾഡ്സ് കാലിക്സ് ആൻഡ് കൊറോള. ദേ ആർ നോൺ എസെൻഷ്യൽ വേൾഡ്സ്. കാലിക്സ് ഈസ് മേഡ് അപ്പ് ഓഫ് സെപ്പൽ ആൻഡ് കൊറോള ഈസ് മേഡ് അപ്പ് ഓഫ് പെറ്റൽസ്. Okay, but in some plants, for example, Liliaceae family. Liliaceae ഫാമിലിയിലൊക്കെ ആണെങ്കിൽ കാലിക്സും കൊറോളയും തമ്മിൽ ഫ്യൂസ്ഡ് ആയിരിക്കും. കാലിക്സും കൊറോളയും സെപ്പറേറ്റ് ചെയ്ത് കാണാൻ കഴിയില്ല. അങ്ങനെ കാലിക്സും കൊറോളയും ഫ്യൂസ്ഡ് ആണെങ്കിൽ ദാറ്റ് സ്ട്രക്ചർ ഈസ് കാൾഡ് പെരിയാന്ത്. അപ്പോൾ ഇതോർത്ത് വയ്ക്കുക, outermost two worlds calyx and corolla, but in some plants calyx and corolla are fused. Calyx and corolla fused ആണെങ്കിൽ it is called perianth.
Perianth is represented by P and is made up of tepals. അപ്പോൾ ഓർക്കുക, കാലിക്സ് ഈസ് മേഡ് അപ്പ് ഓഫ് സെപ്പൽ, കൊറോള ഈസ് മേഡ് അപ്പ് ഓഫ് പെറ്റൽ ആൻഡ് പെരിയാന്ത് ഈസ് മേഡ് അപ്പ് ഓഫ് ടെപ്പൽസ്. ഓക്കെ, ഇതാണ് കാലിക്സ് ആൻഡ് കൊറോള എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽസ് ആൻഡ് പെറ്റൽസ് ആണ്. അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽസ് ആൻഡ് പെറ്റൽസ്, അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽസ് ആൻഡ് പെറ്റൽസ് ഓർ കാലിക്സ് ഓർ കൊറോള എന്ന് പറയാം, ഈസ് കാൾഡ് ഈസ്റ്റിവേഷൻ. അപ്പോൾ അറേഞ്ച്മെന്റ് ഓഫ് കാലിക്സ് ആൻഡ് കൊറോള ഓർ സെപ്പൽസ് ഓർ പെറ്റൽസ് ഇൻ എ ഫ്ലവർ ഈസ് കാൾഡ് ഈസ്റ്റിവേഷൻ. അറേഞ്ച്മെന്റ് ഓഫ് സെപ്പൽസ് ആൻഡ് പെറ്റൽസ് ഇൻ എ ഫ്ലവർ ഈസ് കാൾഡ് ഈസ്റ്റിവേഷൻ. അതിൻ്റെ ഫ്ലവറിൻ്റെ അറേഞ്ച്മെന്റ് അനുസരിച്ച് നമുക്ക് 4 ടൈപ്സ് ഓഫ് ഈസ്റ്റിവേഷൻസ് കാണാം. ഏതൊക്കെ നോക്കാം? വാൽവേറ്റ് ഈസ്റ്റിവേഷൻ, ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ, ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ ആൻഡ് വെക്സിലറി ഈസ്റ്റിവേഷൻ. വാൽവേറ്റ്, ട്വിസ്റ്റഡ്, ഇംബ്രിക്കേറ്റ് ആൻഡ് വെക്സിലറി ഈസ്റ്റിവേഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. നമുക്ക് വേണ്ടത് 4 ടൈപ്പുകളാണ് ഉള്ളത്. ഫസ്റ്റ് നോക്കുക, വാൽവേറ്റ് ഈസ്റ്റിവേഷൻ. ഇത് വാൽവേറ്റ് ഈസ്റ്റിവേഷൻ ആണ്. ഇവിടെ എല്ലാ സെപ്പൽസും ആവാം പെറ്റൽസും ആകാം. സെപ്പൽസ് ആൻഡ് പെറ്റൽസ് ആർ അറ്റ് ദി സെയിം മാർജിൻ, ഒരേ മാർജിനിലാണ് വരുന്നത്. അതായത് ഒരു സെപ്പൽ മറ്റൊന്നിനെ ഓവർലാപ്പ് ചെയ്യുന്നില്ല, അതിന് പുറത്തോ അകത്തോ വരുന്നില്ല. എല്ലാ പെറ്റൽസും സെയിം മാർജിനിൽ തന്നെയാണ് വരുന്നത്. നോ ഓവർലാപ്പിംഗ്, എല്ലാത്തിൻ്റെയും എഡ്ജസ് ജസ്റ്റ് ടച്ച് ചെയ്ത് പോകണം, മീറ്റ് വിത്ത് ഈച്ച് അതർ. നോ ഓവർലാപ്പിംഗ്. ഓവർലാപ്പിംഗ് ഇല്ലാതെയാണ് സെപ്പൽസ് ആൻഡ് പെറ്റൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് വാൽവേറ്റ് ഈസ്റ്റിവേഷൻ. വാൽവേറ്റ് ഈസ്റ്റിവേഷൻ. സെക്കൻഡ് ടൈപ്പ് നോക്കുക, ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ. ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു പെറ്റലിൻ്റെ വൺ സൈഡ് നെക്സ്റ്റ് പെറ്റലിൻ്റെ ഉള്ളിലായിരിക്കും, മറ്റേ സൈഡ് പുറത്തായിരിക്കും. അപ്പോൾ റെഗുലർ ഓവർലാപ്പിംഗ് ആണെങ്കിൽ ഒരു പെറ്റൽ ഇൻസൈഡാണ്, തൊട്ടടുത്തതിൻ്റെ പെറ്റലിൻ്റെ പുറത്താണ്. അപ്പോൾ അകത്ത് പുറത്തിങ്ങനെ മാറി റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ, അല്ലെങ്കിൽ റെഗുലർ ഓവർലാപ്പിംഗ് ആണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ. വാൽവേറ്റിൽ നോ ഓവർലാപ്പിംഗ്. ഇവിടെ ആണെങ്കിൽ കറക്റ്റ് ഒരു പാറ്റേൺ ഉണ്ട്. അവിടെ ഒരു സൈഡ് പെറ്റലിൻ്റെ അകത്താണെങ്കിൽ മറ്റേ സൈഡ് പുറത്തായിരിക്കും. ഇങ്ങനെ അകത്ത് പുറത്തെന്നുള്ള രീതിയിൽ റെഗുലർ ഓവർലാപ്പിംഗ് ആണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ട്വിസ്റ്റഡ് ഈസ്റ്റിവേഷൻ. ഓക്കെ. And third one, imbricate ഈസ്റ്റിവേഷൻ. Imbricate ഈസ്റ്റിവേഷനിൽ one petal is completely inside and one petal is completely outside. One petal is completely inside and one petal is completely outside. The other whorls overlap. അകത്ത് പുറത്തുനിന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്താൽ ഇറ്റ് ഈസ് കാൾഡ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ. അപ്പോൾ തേർഡ് വൺ ഇംബ്രിക്കേറ്റ് ഈസ്റ്റിവേഷൻ ആണ്. ആൻഡ് ഫോർത്ത് ടൈപ്പ് ഈസ് വെക്സിലറി ഈസ്റ്റിവേഷൻ. വെക്സിലറി ഈസ്റ്റിവേഷൻ ഈസ് സീൻ ഇൻ ദ ഫാമിലി ഫാബേസി. പീ പ്ലാന്റ്സ്, നമ്മുടെ ബീൻസിലൊക്കെ എന്താണ്, ക്ലിറ്റോറിയ തുടങ്ങിയ പ്ലാന്റ്സിലൊക്കെ ഈ ഒരു അറേഞ്ച്മെൻ്റ് ആയിരിക്കും. വൺ ലാർജ് പെറ്റൽ കാണുന്നു, കണ്ടില്ലേ അവിടെ? ഈ ലാർജ് പെറ്റലിനെ പറയുന്ന പേര് സ്റ്റാൻഡേർഡ് പെറ്റൽ എന്നാണ്. അപ്പോൾ വൺ ലാർജ് പെറ്റൽ, സ്റ്റാൻഡേർഡ് പെറ്റൽ ഈസ് കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ്. നെക്സ്റ്റ് 2 പെറ്റൽസ്, സൈഡിൽ കാണുന്ന 2 പെറ്റൽസ്, ദേ ആർ കാൾഡ് വിങ് പെറ്റൽസ്. അത് അകത്ത് പുറത്തുള്ള രീതി കാണുന്നു. നെക്സ്റ്റ് വൺ 2 പെറ്റൽസ്, ദേ ആർ കീൽ പെറ്റൽസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് പെറ്റൽ, one large സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 വിങ് പെറ്റൽസ് ആൻഡ് 2 കീൽ പെറ്റൽസ്. ഈ കീൽ പെറ്റൽസ് കണക്റ്റഡ് ആയിരിക്കും, മീൻസ് ഫ്യൂസ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് താഴെ ഹുക്ക് ലൈക്ക് സ്ട്രക്ചർ അവിടെ വരുന്നത്. അപ്പോൾ ദിസ് ഇസ് സീൻ ഇൻ ഫാബേസി ഫാമിലി. ഫാബേസി ഫാമിലിയിൽ കാണുന്ന ഒരു അറേഞ്ച്മെൻ്റ് ആണ് ഈ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ അറേഞ്ച്മെൻറ്റ് ഓഫ് സെപ്പൽസ് ആൻഡ് പെറ്റൽസ്. അപ്പോൾ സെപ്പൽസ് ആൻഡ് പെറ്റൽസിൻ്റെ അറേഞ്ച്മെൻറ്റ് ഈസ്റ്റിവേഷൻ എന്ന് പറയാം. 4 ടൈപ്സ്. നോ ഓവർലാപ്പിംഗ് ഈസ് കാൾഡ് വാൽവേറ്റ്. റെഗുലർ ഓവർലാപ്പിംഗ് ഈസ് കാൾഡ് ട്വിസ്റ്റഡ്. One petal completely inside, one petal completely outside is called imbricate. And in Fabaceae family it is called a vexillary ഈസ്റ്റിവേഷൻ. One large standard petal, 2 lateral wing petals and 2 lateral keel petals completely inside ആയിട്ട് കാണുന്നു. ഇത് Fabaceae ഫാമിലിയിൽ കാണുന്ന അറേഞ്ച്മെൻ്റ് ആണ്. ഇതാണ് ഈസ്റ്റിവേഷൻ എന്ന് പറയുന്നത്. സർ, നെക്സ്റ്റ് ഫ്ലോറൽ വേൾഡ് ഇസ് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ ദി എസെൻഷ്യൽ വേൾഡ്സ്. Andrecium is represented by A. It is a third word. It is a male reproductive organ. Andrecium is composed of stamen. A flower with stamen is called staminate flower or male flower. A flower with the stamen is called staminate flower or male flower. Stamen structure ഓർക്കുക. സ്റ്റേമിൻ്റെ പാർട്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റോക്ക് ഈസ് കാൾഡ് ഫിലമെൻ്റ്. ഹെഡ് ലേക്ക് പാർട്ട് ഈസ് കാൾഡ് ആന്തർ. ആന്തർ ഈസ് ബൈലോബ്ഡ്, 2 ലോബ്സ് ആയിട്ടാണ് കാണുക. ഇറ്റ് ഈസ് കോമൺലി നോൺ ആസ് ഡൈത്തീക്കസ് ആന്തർ. ഡൈത്തീക്കസ് മീൻസ് 2 തീക്ക ആർ പ്രസൻറ്റ്. ബൈലോബ്ഡ് ആണ്. ഈ ആന്തറിനുള്ളിലാണ് പോളൻ ഗ്രെയിൻസ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ആൻഡ്രീഷ്യം ഈസ് ദി തേർഡ് വേൾഡ്. ഇറ്റ് ഈസ് എ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് represented by A. It is composed of stamen. A flower with stamen is called a staminate flower or male flower.
Stamen has a filament and a head-like portion called anther. Anther has two lobes. These two lobes are connected by a connective at the center. Next one, epipetalous and epiphyllous stamen. Epipetalous. Epi means above the petal. If the stamens are attached to the petal, it is called epipetalous stamen. ഇപ്പോൾ കപ്പ് ലൈക്ക് ഫ്ലവേഴ്സ്, കോളാമ്പി പൂക്കളിലൊക്കെ ഗാമോപെറ്റാലസ് ഫ്ലവേഴ്സ് ആണ്. ഇങ്ങനെ ഗാമോപെറ്റാലസ് ഫ്ലവേഴ്സായിട്ട് കാണുമ്പോൾ അവിടെ സ്റ്റേമൻസ് അതിൻ്റെ പെറ്റലിനായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. പെറ്റൽസിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കാണുന്നുണ്ട്. അപ്പോൾ പെറ്റൽസിലാണ് സ്റ്റേമൻസ് കാണുന്നതെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് എപ്പിപെറ്റാലസ് സ്റ്റേമൻ. സ്റ്റേമൻസ് അറ്റാച്ച്ഡ് ടു ദ പെറ്റൽ ഈസ് കാൾഡ് എപ്പിപെറ്റാലസ് സ്റ്റേമൻ. നമ്മൾ പറഞ്ഞു പെരിയാന്ത് എന്നൊരു ടേം പറഞ്ഞു. ചില പ്ലാന്റ്സിലൊക്കെ എന്ത് കാണില്ല, കാലിക്സ് ആൻഡ് കൊറോള ആബ്സെൻ്റ് ആയിരിക്കും. ഈ കാലിക്സ് ആൻഡ് കൊറോള ആബ്സെൻ്റ് ആണെങ്കിൽ അതിന് പറയുന്ന പേര് പെരിയാന്ത്. അപ്പോൾ ലില്ലിയേസിയ ഫാമിലിയിൽ, ലില്ലി ചെടികളിലൊക്കെ സ്റ്റേമൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പെരിയാന്തുമായിട്ടാണ്. പെരിയാന്ത് ഓർ ടെപ്പൽ. പെരിയാന്ത് ഈസ് മേഡ് അപ്പ് ഓഫ് ടെപ്പൽ. സോ ഇറ്റ് ഈസ് കാൾഡ് എപ്പിഫിലസ് സ്റ്റേമൻ. എപ്പിഫിലസ് സ്റ്റേമൻ ഓർ മറ്റൊരു ടേം എപ്പിടെപ്പാലസ്. കാരണം എന്താ? ടെപ്പൽസ്. പെരിയാന്ത് ഈസ് മേഡ് അപ്പ് ഓഫ് ടെപ്പൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്ലാസിഫിക്കേഷൻ ഉള്ളത് എപ്പിപെറ്റാലസ് സ്റ്റേമൻ ആൻഡ് എപ്പിഫിലസ് സ്റ്റേമൻ. സ്റ്റേമൻസ് അറ്റാച്ച്ഡ് ടു ദ പെറ്റൽ ഈസ് കാൾഡ് എപ്പിപെറ്റാലസ് സ്റ്റേമൻ. സ്റ്റേമൻസ് അറ്റാച്ച്ഡ് ടു ദി പെറ്റൽ ഈസ് കാൾഡ് എപ്പിപെറ്റാലസ് സ്റ്റേമൻ. ആൻഡ് സ്റ്റേമൻ അറ്റാച്ച്ഡ് ടു ദി പെരിയാന്ത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലില്ലിയേസിയ ഫാമിലി. ലില്ലി ചെടികളിലൊക്കെ സ്റ്റേമൻസ് കാലിക്സ് ആൻഡ് കൊറോള ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന പെരിയാന്തുമായിട്ടാണ്. ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു പെരിയാന്ത് ഈസ് കാൾഡ് എപ്പിഫിലസ് സ്റ്റേമൻ ഓർ എപ്പിടെപ്പാലസ് സ്റ്റേമൻ. ഓക്കെ. നെക്സ്റ്റ് വൺ, സ്റ്റാമിനോഡ്. സ്റ്റാമിനോഡ് മീൻസ് ഫ്ലവേഴ്സിലൊക്കെ പോളൻ ഗ്രെയിൻസ് ധാരാളമായിട്ട് കാണാം. പോളൻ ഗ്രെയിൻസിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. പക്ഷേ ഈ കാണുന്ന ഒത്തിരി എണ്ണം ഉണ്ടെങ്കിലും എല്ലാ പോളൻ ഗ്രെയിൻസും എന്തായിരിക്കില്ല, ഫെർട്ടൈൽ ആവണമെന്നില്ല. കുറേയൊക്കെ റീപ്രൊഡ്യൂസിങ് കപ്പാസിറ്റി ഇല്ലാത്തതായിരിക്കും. അത്തരം സ്റ്റെറൈൽ സ്റ്റേമൻസിനെയാണ് എന്ത് പേര് പറയുക, സ്റ്റാമിനോഡ് എന്ന് പറയും. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. സ്റ്റെറൈൽ സ്റ്റേമൻസ്. സ്റ്റെറൈൽ സ്റ്റേമൻസ് ആർ കാൾഡ് സ്റ്റാമിനോഡ്. അപ്പോൾ പറഞ്ഞു, സ്റ്റേമൻസിൻ്റെ നമ്പർ കൂടുതലാണെങ്കിലും എല്ലാത്തിനും ഫെർട്ടിലിറ്റി ഉണ്ടാകണമെന്നില്ല. കുറേയൊക്കെ ഫെർട്ടിലിറ്റി ഇല്ലാതെ സ്റ്റെറൈൽ സ്റ്റേമൻസ് ആകാം. അത്തരം സ്റ്റെറൈൽ സ്റ്റേമൻസിനെയാണ് എന്ത് പേര് പറയുക, സ്റ്റാമിനോഡ് എന്ന് പറയും. ഓക്കെ. ഇത്രയും ഓർത്ത് വയ്ക്കുക. സ്റ്റേമൻസ് അറ്റാച്ച്ഡ് ടു ദി പെറ്റൽ ഈസ് കാൾഡ് എപ്പിപെറ്റാലസ് സ്റ്റേമൻ. സ്റ്റേമൻ അറ്റാച്ച്ഡ് ടു ദി പെരിയാന്ത് ഈസ് കാൾഡ് എപ്പിഫിലസ് സ്റ്റേമൻ ഓർ എപ്പിടെപ്പാലസ് സ്റ്റേമൻ. സ്റ്റെറൈൽ സ്റ്റേമൻസ് ആർ കാൾഡ് സ്റ്റാമിനോഡ്. അവ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. നെക്സ്റ്റ് വൺ, സ്റ്റേമൻസിൻ്റെ ഫ്യൂഷൻ ഓർ ഫ്രീ ആയിട്ട് കാണാം. സ്റ്റേമൻസ് രണ്ട് തരത്തിലുണ്ടാകാം. ഫ്യൂസ് ചെയ്തും കാണാം, ഫ്രീ ആയിട്ടും കാണാം. അതിനനുസരിച്ചാണ് ഇവിടെ പറയുന്നത്. ഇഫ് ദ സ്റ്റേമൻസ് ആർ ഫ്രീ, സ്റ്റേമൻസ് ഫ്രീ ആണെങ്കിൽ അതിനാണ് എന്താ പറയുക, പോളിയാൻഡ്രസ് എന്ന് പറയാം. ഇഫ് ദ സ്റ്റേമൻസ് ആർ ഫ്രീ, it is called polyandrous. Stamens, free stamens are called polyandrous. ലോട്ടസിലൊക്കെ നോക്കിയാൽ കാണാൻ എല്ലാ സ്റ്റേമൻസും ഫ്രീ ആയിരിക്കും. പക്ഷേ ഹിബിസ്കസിൽ നോക്കുക, ഒത്തിരി സ്റ്റേമൻസ് ഉണ്ടെങ്കിലും എല്ലാം കൂടെ ഫ്യൂസ് ചെയ്തിരിക്കുന്നതാണ്. സ്റ്റേമൻസ് ഒരുപാടെണ്ണം ഉണ്ടെങ്കിൽ അതെല്ലാം തരും ഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ അതിനാണ് കൊഹിഷൻ എന്ന് പറയുക. അപ്പോൾ കൊഹിഷൻ ഫ്യൂസ് ചെയ്തും കാണാം, ഫ്രീ ആയിട്ടും കാണാം. ഇഫ് ദ സ്റ്റേമൻസ് ആർ ഫ്രീ, ഇറ്റ് ഈസ് കാൾഡ് പോളിയാൻഡ്രസ്. ഇഫ് ദ സ്റ്റേമൻസ് ആർ ഫ്യൂസ്ഡ്, ഇറ്റ് ഈസ് എന്താണ് കോമൺലി കാൾഡ് കൊഹിഷൻ. ഇനി ആ യുണൈറ്റ് ചെയ്ത് കാണുക അല്ലെങ്കിൽ കൊഹഷനായിട്ട് കാണുന്നത് എത്ര ബണ്ടിൽസ് ആയിട്ട് ആണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഫ്ലവേഴ്സിനെ മൂന്നായി പറയാം. ദേ ആർ മോണഡൽഫസ്, ഡൈഅഡൽഫസ് ആൻഡ് പോളിഅഡൽഫസ്. ഡൈഅഡൽഫസ്, മോണഡൽഫസ് ആൻഡ് പോളിഅഡൽഫസ്. ഇവിടെ നോക്കുക, ഹിബിസ്കസിലൊക്കെ നോക്കിയാൽ ഒത്തിരി സ്റ്റേമൻസ് കാണാം. യെല്ലോ കളറിലെ സ്റ്റേമൻസ് പൂമ്പൊടി കാണാം. ആ സ്റ്റേമൻസ് എല്ലാം കൂടെ ഫീസ് ചെയ്ത് ഒറ്റ ബണ്ടിലായിട്ടാണ് കാണുക. അപ്പോൾ ഇഫ് ദ സ്റ്റേമൻസ് ആർ യുണൈറ്റഡ് ഇൻ ടു വൺ ബണ്ടിൽ, ഇറ്റ് ഈസ് കാൾഡ് മോണഡൽഫസ് സ്റ്റേമൻ. ഒറ്റ ബണ്ടിലായിട്ടാണ് കാണുന്നതെങ്കിൽ അതിനെന്ത് പേര് പറയാം, മോണഡൽഫസ് എന്ന് പറയാം. എന്നാൽ നമ്മുടെ സ്റ്റേമൻസ് കാണുന്നത് രണ്ട് ബണ്ടിൽസ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ അതിനെന്ത് പറയാം, ഡൈഅഡൽഫസ് എന്ന് പറയാം. എക്സാമ്പിൾ പറയുന്നത് ഫാബേസി ഫാമിലി തന്നെ. ഫാബേസിയിലാണെങ്കിൽ 10 സ്റ്റേമൻസ് ആണുള്ളത്. 10 സ്റ്റേമൻസിൽ 9 സ്റ്റേമൻസ് ഒരുമിച്ചും ഒരു സ്റ്റേമൻ ഒറ്റയ്ക്ക് നിൽക്കാറുണ്ട്. അപ്പോൾ അത് രണ്ട് ബണ്ടിൽസ് ആയിട്ടാണ് വരിക. അപ്പോൾ ഫാബേസി ഫാമിലിയിൽ പയർവർഗ്ഗത്തിൽപ്പെട്ടതെല്ലാം ഇങ്ങനെ 9 സ്റ്റേമൻസ് കൊഹിസ് ചെയ്ത് ഒരുമിച്ച് കാണാം. ഒരു സ്റ്റേമൻ മാത്രം ഇങ്ങനെ അകന്ന് മാറി കാണാം. അപ്പോൾ ഇങ്ങനെ 9 സ്റ്റേമൻസ് ഒരുമിച്ചും ഒരു സ്റ്റേമൻ ഒറ്റയ്ക്കും വരികയാണെങ്കിൽ അത് ഡൈഅഡൽഫസ്, രണ്ട് ബണ്ടിൽസ് ആയിട്ടാണ് വരിക. എന്നാൽ മോർ ദാൻ 2 ബണ്ടിൽസ് വന്നാൽ അത് എത്ര വേണമെങ്കിലും വന്നാൽ ഇറ്റ് ഈസ് കാൾഡ് പോളിഅഡൽഫസ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, സ്റ്റേമൻസ് മേ ബി ഫ്രീ ഓർ യുണൈറ്റഡ്. ഇഫ് ദ സ്റ്റേമൻസ് ആർ ഫ്രീ, ഇറ്റ് ഈസ് കാൾഡ് പോളിയാൻഡ്രസ് കണ്ടീഷൻ. ഇറ്റ് ഈസ് കാൾഡ് പോളിയാൻഡ്രസ്.
ആൻഡ് ഫ്യൂസ്ഡ് ആണെങ്കിൽ അതിനെ കൊഹഷൻ എന്ന് പറയാം. ബേസ്ഡ് ഓൺ ദി നമ്പർ ഓഫ് ബണ്ടിൽസ് ആ ഫ്ലവേഴ്സിനെ നമുക്ക് മൂന്നായി ക്ലാസിഫൈ ചെയ്യാം. മോണഡൽഫസ്, ഡയഡൽഫസ് ആൻഡ് പോളിഅഡൽഫസ്. Stamens united into one bundle is called monadelphous, and stamens united into two bundles is called diadelphous. More than two bundles is called polyadelphous. അപ്പോൾ ഇത്രയുമാണ് ആൻഡ്രീഷ്യവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആൻഡ്രീഷ്യം മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇതിലേക്ക് പോവാം. ഫോർത്ത് വേൾ, ഇന്നർ മോസ്റ്റ് വേൾ, നാലാമത്തെ വേൾ, ഏറ്റവും ഉള്ളിൽ കാണുന്ന വേളാണ് ഗൈനീഷ്യം, റെപ്രസെൻറ്റഡ് ബൈ G. Okay, gynecium is the female reproductive organ. Gynecium is made up of pistil. Gynecium is composed of pistil. അപ്പോൾ ഫ്ലവർ വിത്ത് pistil is called pistillate flower or female flower. അപ്പോൾ ഒരു ഫ്ലവറിൽ എയ്തർ ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം ആണെങ്കിൽ അത്ര ഫ്ലവേഴ്സ് എന്തായിരിക്കും? യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആയിരിക്കും. അത് സ്റ്റേമൻ ആണെങ്കിൽ യൂണിസെക്ഷൽ മെയിൽ ഫ്ലവറും, ഗൈനീഷ്യം ഓർ പിസ്റ്റിൽ ആണെങ്കിൽ യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവറും ആയിരിക്കും. എന്നാൽ ഈ ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും ഒരേ ഫ്ലവറിൽ തന്നെ ഉണ്ടെങ്കിൽ ആ കണ്ടീഷനാണ് നമ്മൾ എന്താ പറയുക? ബൈസെക്ഷൽ എന്ന് പറയാം. അപ്പോൾ ബൈസെക്ഷൽ ഓർ ഹെർമാഫ്രോഡൈറ്റ് മീൻസ് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ. ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദിസ് സിമ്പിൾ. മെയിൽ ആൻഡ് ഫീമെയിൽ ഒരേ ഫ്ലവറിൽ തന്നെ ഉണ്ടെങ്കിൽ അത് ബൈസെക്ഷൽ ഓർ ഹെർമാഫ്രോഡൈറ്റ് കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ ഗൈനീഷ്യം ഈസ് ദി ഫോർത്ത് വേൾ, ഇന്നർ മോസ്റ്റ് വേൾ, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് പിസ്റ്റിൽ. എ ഫ്ലവർ വിത്ത് പിസ്റ്റിൽ ഈസ് കോൾഡ് പിസ്റ്റിലേറ്റ് ഫ്ലവർ ഓർ ഫീമെയിൽ ഫ്ലവർ. പിസ്റ്റിൽ ഓർ കാർപ്പൽ എന്ന് പറയും. പിസ്റ്റിൽ ഓർ കാർപ്പൽ. അപ്പോൾ ഈ കാർപ്പൽസിൻ്റെ ഫ്യൂഷൻ അനുസരിച്ച് നമുക്ക് ഇവിടെ ഫ്ലവേഴ്സിനെ മൂന്നായി ഡിവൈഡ് ചെയ്യാം. ഫ്ലവേഴ്സിൽ കാർപ്പൽസിൻ്റെ ഫ്യൂഷൻ അനുസരിച്ച് മൂന്നായി ഡിവൈഡ് ചെയ്യാം. ചില ഫ്ലവേഴ്സിലൊക്കെ കാർപ്പൽസ് ഫ്രീ ആയിരിക്കാം, ചിലതിലൊക്കെ അത് ഫ്യൂസ്ഡ് ആയിരിക്കാം. മനസ്സിലായില്ല? കാർപ്പൽസ് ഫ്യൂസ്ഡ് ആകാം, ഫ്രീ ആകാം. കാർപ്പൽസ് ഫ്രീ ആണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് അപ്പോകാർപ്പസ് കണ്ടീഷൻ. അപ്പോൾ ഫ്രീ കാർപ്പൽസ് ആണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് അപ്പോകാർപ്പസ് കണ്ടീഷൻ. പക്ഷേ ഹിബിസ്കസിൽ നോക്കിയാൽ കാണാം ഇങ്ങനെ വന്നിട്ട് 5 കാർപ്പൽസ് ഇങ്ങനെ മുകളിൽ കാണാം. ഹിബിസ്കസിലേക്ക് 5 കാർപ്പൽസ് കാണാം. കാർപ്പൽസ് 5 ഉണ്ടെങ്കിലും അത് 5 കൂടെ ഫ്യൂസ്ഡ് ആണ്. നമ്മൾ അതിനെ വലിച്ചെടുക്കുകയാണെങ്കിൽ ഒരു പോളൻ ട്യൂബാണ് താഴേക്ക് പോവുക. മീൻസ് ഈ കാർപ്പൽസ് എല്ലാം തന്നെ ഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ഫ്യൂസ്ഡ് കാർപ്പൽസ് ആണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് സിങ്കാർപ്പസ് കണ്ടീഷൻ. അപ്പോൾ ഫ്രീ കാർപ്പൽസ് ആണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് അപ്പോകാർപ്പസ് കണ്ടീഷൻ, ആൻഡ് ഫ്യൂസ്ഡ് കാർപ്പൽസ് ആണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് സിങ്കാർപ്പസ് കണ്ടീഷൻ. അപ്പോകാർപ്പസ് ആൻഡ് സിങ്കാർപ്പസ് കണ്ടീഷൻസ് ഓർത്ത് വെക്കുക. ഫ്രീ, അപ്പോകാർപ്പസ് ആൻഡ് സിങ്കാർപ്പസ്. ഓക്കെ, ഇനി ഈ കാർപ്പൽസ് ഫ്യൂസ് ചെയ്ത് കാണുന്ന ഈ പോർഷനെ മുഴുവനായി പറയുന്ന പേരാണ് സ്റ്റിഗ്മ. ഇതാണ് സ്റ്റിഗ്മ എന്ന പാർട്ട്. സ്റ്റിഗ്മ ഈസ് ദ റിസപ്റ്റീവ് പാർട്ട്. അപ്പോൾ നമ്മൾ ഗൈനീഷ്യം പറയുമ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ സ്ട്രക്ചറോടെ പറയണം. ഗൈനീഷ്യത്തിന് ഭാഗങ്ങൾ പിസ്റ്റലാണെന്ന് പറയും. പിസ്റ്റലിൻ്റെ ഭാഗങ്ങൾ നോക്കുക. പിസ്റ്റലിന് കാണുന്ന ഭാഗങ്ങൾ, ഈ പോർഷൻ പേര് സ്റ്റിഗ്മ എന്നാണ്. സ്റ്റിഗ്മ ഈസ് മേഡ് അപ്പ് ഓഫ് കാർപ്പൽ. ഈച്ച് സ്ട്രക്ചർ ഈസ് കാൾഡ് കാർപ്പൽ. അത് യൂണിറ്റ് ചെയ്ത് ഒരുമിച്ച് കാണുമ്പോൾ ഇറ്റ് ഈസ് കാൾഡ് സ്റ്റിഗ്മ. സ്റ്റിഗ്മ ഈസ് ദ റിസപ്റ്റീവ് പാർട്ട് ദാറ്റ് റിസീവ്സ് പോളൻ ഗ്രെയിൻസ് ഫോർ പോളിനേഷൻ. പോളൻ ഗ്രെയിൻസിനെ റിസീവ് ചെയ്യുന്ന ഭാഗമാണ് സ്റ്റിഗ്മ എന്ന് പറയുന്നത്. താഴേക്ക് കാണുന്ന ലോങ് ഓർ ഷോർട്ട് സ്റ്റാക്കിനെയാണ് എന്താ പറയുക? സ്റ്റൈൽ എന്ന് പറയുക. അപ്പോൾ സ്റ്റിഗ്മ, സ്റ്റൈൽ. താഴത്തെ ബേസൽ സൊളൻ പാർട്ടിനെയാണ് എന്താ പറയുക? ഓവറി എന്ന് പറയും. ഈ ഓവറിക്കുള്ളിലാണ് ഓവ്യൂൾ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ ബേസൽ സൊളൻ പാർട്ട് ഈസ് കാൾഡ് ഓവറി, ലോങ് ഓർ ഷോർട്ട് സ്റ്റാക്ക് ഈസ് കാൾഡ് സ്റ്റൈൽ, ആൻഡ് സ്റ്റിഗ്മ ഈസ് ദി റിസപ്റ്റീവ് പാർട്ട്, പോളൻ ഗ്രെയിൻസിനെ റിസീവ് ചെയ്യുന്ന ഭാഗം. ഇവിടെ നോക്കിയാൽ നോക്കുക, കാർപ്പൽസ് 3 കാണാം. 3 കാർപ്പൽസ് ഉണ്ട്, പക്ഷേ 3 ഫ്യൂസ്ഡ് ആണ്. അപ്പോൾ ആ കണ്ടീഷൻ്റെ പേര് സിങ്കാർപ്പസ്. ഇനി ഫ്രീ കാർപ്പൽസ് ആണെങ്കിൽ അതിനെന്ത് പേര് പറയാം? അപ്പോകാർപ്പസ് എന്ന് പറയാം. നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഫ്ലവറിലൊക്കെ അങ്ങനെയാണ് കാണുക. പാസിഫ്ലോറയിൽ കാണുന്നത് കാർപ്പൽസ് ഫ്രീ ആയിരിക്കും. ഇറ്റ് ഈസ് കാൾഡ് അപ്പോകാർപ്പസ്. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. അപ്പോകാർപ്പസ് ആൻഡ് സിങ്കാർപ്പസ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ഓവ്യൂൾ ഇവിടെ കാണാം. ഓവറി ഈസ് ദ ബേസൽ സൊളൻ പാർട്ട്. ഈ ഓവറിക്കുള്ളിലാണ് ഓവ്യൂൾസ് അറേഞ്ച് ചെയ്യുക. ഓവറിക്കുള്ളിൽ ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കും. ആ ഓവറിക്കുള്ളിൽ ഓവ്യൂൾസ് അറേഞ്ച് ചെയ്യുന്ന സോഫ്റ്റ് ടിഷ്യൂവിൻ്റെ പേര് പ്ലാസൻഡ എന്നാണ്. അപ്പോൾ അറേഞ്ച്മെൻറ്റിൻ്റെ പേര് പ്ലാസൻറ്റേഷൻ എന്നാണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്ലാസൻറ്റേഷൻ. വാട്ട് ഈസ് പ്ലാസൻറ്റേഷൻ? അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾസ് ഓൺ ദ പ്ലാസൻഡ വിത്തിൻ ദി ഓവറി. ഓവറിക്കുള്ളിൽ പ്ലാസൻഡ എന്ന ടിഷ്യൂവിന് ഓവ്യൂൾസ് അറേഞ്ച് ചെയ്യുന്ന മെത്തേഡിനാണ് എന്താ പറയുക? പ്ലാസൻറ്റേഷൻ എന്ന് പറയാം. Placentation is of 5 types: marginal placentation, axile, free central, parietal and basal. ഇങ്ങനെ 5 തരത്തിലാണ് പ്ലാസൻറ്റേഷൻസ് ഉള്ളത്. ഓരോരുത്തർ നോക്കുക. ഫസ്റ്റ് വൺ മാർജിനൽ പ്ലാസൻറ്റേഷൻ ആണ്. മാർജിനൽ പ്ലാസൻറ്റേഷൻ കാണുന്ന എപ്പോഴും ഫാബേസിയ ഫാമിലിയിലാണ്. പയർ വർഗത്തിൽപ്പെട്ട എല്ലാത്തിലും ഫാബേസിയ. ഫാബേസിയുടെ പ്രത്യേകത ഓർ ലെഗുമിനോസ എന്ന് പറയും. ലെഗ്യൂം എന്ന ഫ്രൂട്ട് ഉള്ളവരാണ്. ലെഗ്യൂം മീൻസ് 2 പോഡുകൾ കാണാം. പോഡ് മീൻസ് പുറന്തോട്. അതിനുള്ളിലാണ് സീഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നോക്കുക, അതിൻ്റെ സൈഡ്, അതിൻ്റെ എഡ്ജസിൽ, മാർജിനിലാണ് അവിടെ ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് കാൾഡ് മാർജിനൽ പ്ലാസൻറ്റേഷൻ.
അപ്പോൾ ഫാബേസിയ ഫാമിലിയിൽ ഓർ ലെഗുമിനോസെ ഫാമിലിയിലൊക്കെ ഓവ്യൂൾസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദി മാർജിൻ. ഈ അറേഞ്ച്മെൻറ്റ് പറയുന്ന പേരാണ് മാർജിൻ. നമ്മൾ രണ്ട് പോഡ് തുറക്കുമ്പോൾ പോഡിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കാണാം സീഡ്സ് ആരല്ല ഓവ്യൂൾസാണ് സീഡ്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ സീഡ്സ് അങ്ങനെ കാണാം. അപ്പോൾ ഇത്തരം അറേഞ്ച്മെൻറ്റ് പറയുന്ന പേരാണ് മാർജിനൽ പ്ലാസൻറ്റേഷൻ. നെക്സ്റ്റ് വൺ ആക്സൈൽ പ്ലാസൻറ്റേഷൻ. ഹിബിസ്കസ് നോക്കിയാലും അവിടെ ലേഡീസ് ഫിംഗർ വെണ്ടയ്ക്കൊക്കെ നോക്കി കഴിഞ്ഞാലും അല്ലെങ്കിൽ നടുവിലൊരു ആക്സസ് കാണാം, എന്നിട്ട് കുറേ ചേമ്പേഴ്സ് ആയിട്ട് കാണാം, അതിനുള്ളിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് കാൾഡ് ആക്സൈൽ പ്ലാസൻറ്റേഷൻ. അപ്പോൾ അവിടെ ഒരു എന്തുണ്ട് ആക്സസ് ഉണ്ട്. ഈ ചേമ്പേഴ്സിന് നമ്മളൊരു പേര് പറയും ലോക്യൂൾ എന്ന് പറയുന്നു. ലോക്യൂൾ ഓർത്തു വയ്ക്കുക. മറ്റൊരു കാര്യം, ഇവിടെ കാർപ്പലിൻ്റെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് പല പേരുകളിൽ പറയാം. കാർപ്പൽസിൻ്റെ നമ്പർ അനുസരിച്ച് പേര് പറയണമെങ്കിൽ ഇവിടെ 5 കാർപ്പൽസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് പെൻഡാ കാർപ്പലറി. 5 കാർപ്പൽ ഈസ് കാൾഡ് പെൻഡാ കാർപ്പലറി. ഇവിടെ വരച്ചിരിക്കുന്നതിൽ 3 കാർപ്പലാണ്, ഇറ്റ് ഈസ് കാൾഡ് ട്രൈ കാർപ്പലറി. 4 ആണെങ്കിൽ ടെട്രാ കാർപ്പലറി. ഓക്കെ, മോർ ദാൻ 5 ആണെങ്കിൽ മൾട്ടി കാർപ്പലറി ഓർ പോളി കാർപ്പലറി എന്ന് പറയാം. 2 carpels are called bicarpellary and 1 is called monocarpellary. ഒറ്റ കാർപ്പൽ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ പറയുന്നവരെ മോണോകാർപ്പലറി. ഇവിടെ ഫാബേസി ഫാമിലിയിൽ നോക്കുക, ഇവിടെ ഒരു കാർപ്പലാണ് ഇങ്ങനെ വന്ന് അറ്റത്ത് നിൽക്കുക, ഒരു സിംഗിൾ കാർപ്പൽ. ഓവ്യൂൾ ഇങ്ങനെ വന്നിട്ട് ഒരു സിംഗിൾ കാർപ്പലായിട്ട് മാത്രം കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് മോണോകാർപ്പലറി. 2 carpels is called bicarpellary, 3 is called tri and 4 tetracarpellary and 5 pentacarpellary. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, കാർപ്പലിൻ്റെ നമ്പറും ഓവ്യൂളിലുള്ള ചേമ്പേഴ്സിൻ്റെ നമ്പറും ഈക്വൽ ആയിരിക്കും. ഓവ്യൂളിലെ ചേമ്പറിനെ പറയുന്ന പേര് ലോക്യൂൾ എന്നാണ്. അപ്പോൾ വാട്ട് ഈസ് ലോക്യൂൾ? ചേമ്പർ ഓഫ് ഓവറി ഈസ് കാൾഡ് ലോക്യൂൾ. നമ്പർ ഓഫ് കാർപ്പൽസ് ആൻഡ് നമ്പർ ഓഫ് ലോക്യൂൾ ഈസ് സിമിലർ, ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുക, 5 കാർപ്പൽസ് വരച്ചിട്ടുണ്ട് എങ്കിൽ ഓവറിക്കുള്ളിൽ എത്ര? 5 ചേമ്പേഴ്സ് അവിടെ ഉണ്ടാകും. 5 ചേമ്പേഴ്സ് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ ആണെങ്കിൽ 3 കാർപ്പൽസ് ആണെങ്കിൽ അതിനകത്ത് എത്ര കാണും? 3 ചേമ്പേഴ്സ് ആയിട്ടായിരിക്കും കാണുക. അപ്പോൾ ഇങ്ങനെ കാർപ്പൽസിൻ്റെ നമ്പറും ലോക്യൂളിൻ്റെ നമ്പറും ഈക്വൽ ആയിരിക്കും. ഇവിടെ അതുപോലെയാണ് നമുക്ക് 3 ലോക്യൂൾസ് കാണാം. 3 ലോക്യൂൾസ് ആയിട്ട് തിരിക്കണമെങ്കിൽ നടുവിൽ അവിടെ ഒരു ആക്സസ് വേണം, ഒരു സെപ്റ്റം വേണം, സെപ്റ്റം ഓർ ക്രോസ് വാൾ. ആ സെപ്റ്റം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ഇങ്ങനെ 3 ചേമ്പേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് ആ സെപ്റ്റത്തിലാണ് ആ ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ഈസ് കാൾഡ് ആക്സൈൽ പ്ലാസൻറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് നോക്കുക, ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. ഇവിടെ ആക്സിസ് ഉണ്ട്, ഓവ്യൂൾസ് അതുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇവിടെ നോക്കുക, ആക്സസ് ഇല്ല, സെപ്റ്റം ഇല്ല, അപ്പോൾ ഒറ്റ ചേമ്പറായിട്ട് തന്നെയാണ് കാണുന്നത്, മോണോകാർപ്പലറി ആയിട്ട് കാണുന്നത്, ഫ്രീ സെൻട്രലായിട്ട് കാണുന്നു. ഇവിടെ ആണെങ്കിൽ ആക്സിസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഓവ്യൂൾസ് കാണുന്നത്. ഇവിടെ ആക്സസ് ഇല്ല, അവിടെ അറ്റാച്ച് ചെയ്തിട്ടില്ല, അത് ഫ്രീ ആയിട്ട് കാണുകയാണ്. ഇറ്റ് ഈസ് കാൾഡ് ഫ്രീ സെൻട്രൽ പ്ലാസൻറ്റേഷൻ. നെക്സ്റ്റ് വൺ പരേറ്റൽ പ്ലാസൻറ്റേഷൻ. പരേറ്റൽ മീൻസ് എപ്പോഴും പെരിഫറിയിൽ നിന്നാണ് വരിക. ഇവിടെ കുക്കുർബിറ്റ് മത്തൻ തുടങ്ങിയതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സീഡ്സ് എല്ലാം പുറത്തുനിന്ന് അകത്തേക്കാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നടുഭാഗം ഹോളോ ആയിരിക്കും. പടവലം, പാവൽ എല്ലാത്തിലും അങ്ങനെയാണ്. നടുഭാഗത്ത് ഹോളോ ആയിരിക്കും, പുറത്തുനിന്ന് അകത്തേക്കാണ് ഇവിടെ സീഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത്തരം പ്ലാസൻറ്റേഷനാണ് പരേറ്റൽ പ്ലാസൻറ്റേഷൻ. നോക്കുക, സീഡ്സ് ആർ ഓർ ഓവ്യൂൾസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ പെരിഫറി. ഓവ്യൂൾസ് ആർ അറേഞ്ച്ഡ് അറ്റ് ദി പെരിഫറി ഈസ് കാൾഡ് പരേറ്റൽ പ്ലാസൻറ്റേഷൻ. നെക്സ്റ്റ് വൺ ബേസൽ പ്ലാസൻറ്റേഷൻ. ബേസൽ പ്ലാസൻറ്റേഷൻ്റെ ഓവ്യൂൾസ് ആർ അറൈസിങ് ഫ്രം ദി ബേസ് ഓഫ് ദി ഓവറി. ഓവറിയുടെ പ്ലാസൻ്റയുടെ താഴ്ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് തിരിച്ച് താഴേക്ക് തന്നെ വരികയാണ്. ഇറ്റ് ഈസ് കാൾഡ് ബേസൽ പ്ലാസൻറ്റേഷൻ. അപ്പോൾ പ്ലാസൻറ്റേഷൻ ഈസ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് ഓവ്യൂൾസ് ഓൺ ദ പ്ലാസൻറ്റ വിത്തിൻ ദി ഓവറി. Based on arrangement, placentation is of 5 types: marginal placentation, axial placentation, free central placentation, parietal placentation and basal placentation. These are the arrangement of ovules. ഇത്രയപ്പോഴത്തേക്ക് 4 ഫ്ലോറൽ വേൾഡ്സും കംപ്ലീറ്റ് ആയി. ഓക്കെ, മോർഫോളജിയിൽ ഫോക്കസ് ഏരിയ വരുന്ന 2 ഫാമിലി, നമുക്ക് 3 ഫാമിലീസ് പഠിച്ചുവെങ്കിലും 2 എണ്ണമാണ് ഫോക്കസ് ഏരിയ വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ഫാബേസി ആൻഡ് ലില്ലേസിയാണ് ഉള്ളത്. ഫസ്റ്റ് വൺ ഫാബേസി നമുക്കറിയാം, ഒരു ലാർജ് ഫാമിലിയാണ്, എല്ലാ ക്ലൈമറ്റിക് കണ്ടീഷൻസിലും വളരുന്ന ഒരു ഫാമിലിയാണ്. ഒത്തിരി ടൈപ്പ് ഓഫ് പ്ലാന്റ്സ്, ക്രീപ്പേഴ്സ്, ക്ലൈംബേഴ്സ് മുതൽ ട്രീ ഒക്കെ ഉൾപ്പെടുന്ന ഒരു ലാർജ് ഗ്രൂപ്പാണ് ഫാബേസിയെ ഓർ ലെഗുമിനോസെ ഓർ പാപ്പിലോണേസി എന്നൊക്കെ പറയുന്ന ഫാമിലി. അതിൻ്റെ ഫ്ലോറൽ ക്യാരക്ടേഴ്സും ഫ്ലോറൽ ഫോർമുലയാണ് നമുക്ക് വേണ്ടത്. ഫ്ലോറൽ ക്യാരക്ടേഴ്സ് നോക്കുക. ഫസ്റ്റ് വൺ, ഇത് ഇൻഫ്ലോറസൻസ് ഈസ് സൈമോസ്. ഇവിടെ പഠിച്ചു 2 types ഓഫ് ഇൻഫ്ലോറസൻസ്, സൈമോസ് ആൻഡ് റെസിമോസ്. ഇവിടെ സൈമോസ് ഇൻഫ്ലോറസൻസ് ആണ്. നെക്സ്റ്റ് വൺ, ഫ്ലവർ ഈസ് ബൈസെക്ഷൽ ആകുമ്പോഴത്തേക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ, ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും സെയിം ഫ്ലവറിൽ തന്നെ ഉണ്ട്. അതിന് നമുക്ക് സിമ്പിൾ കൊടുക്കാം ബൈസെക്ഷൽ. ഇതാണ് ബൈസെക്ഷൽ സിമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് വൺ സൈഗോമോർഫിക് എന്നാണ്. ഒരു പർട്ടിക്കുലർ വെർട്ടിക്കൽ പ്ലെയിനിൽ കട്ട് ചെയ്താൽ മാത്രമേ ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ. കാരണം ഇത് വെക്സിലറി ഈസ്റ്റുവേഷൻ ആകുമ്പോൾ പറഞ്ഞു, ഒരു ലാർജ് സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 വിങ് പെറ്റൽസ്,
പിന്നെ 2 കീൽ പെറ്റൽസ്. ഇങ്ങനെയാണ് കാണുക. ഈ ഒരു റേഡിയൽ പ്ലെയിനിൽ കട്ട് ചെയ്താൽ മാത്രമേ ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് സൈഗോമോർഫിക്. ഇതാണ് സൈഗോമോർഫിക്കിൻ്റെ സിമ്പിൾ. നമുക്ക് ഇങ്ങനെ പെർസെൻറ്റേജ് സിമ്പിളും കൊടുക്കാം, ഇല്ലെങ്കിൽ ഈ സർക്കിളിനുള്ളിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ടൊരു ലൈൻ കൊടുത്താലും സൈഗോമോർഫിക് ആണ്. അപ്പോൾ ഫ്ലവറിൻ്റെ ക്യാരക്ടേഴ്സ് നോക്കുക. ബൈസെക്ഷൻ ആകുമ്പോൾ ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് പ്രസൻറ്റ്. ഇറ്റ് ഈസ് ദ സിമ്പിൾ ഓഫ് ബൈസെക്ഷൻ. സൈഗോമോർഫിക്, ഇറ്റ് ഈസ് സൈഗോമോർഫിക്. സൈഗോമോർഫിക് മീൻസ് ഒരു പർട്ടിക്കുലർ പ്ലെയിനിൽ കട്ട് ചെയ്താൽ മാത്രമേ ഈക്വൽ ഹാഫ്സ് കിട്ടുകയുള്ളൂ. നെക്സ്റ്റ് വൺ കാലിക്സ്. കാലിക്സ് എന്ന് പറയുമ്പോൾ സെപ്പൽസ് 5 ആണ്, 5 സെപ്പൽസ് ഉണ്ട്. അത് തന്നെ എന്താണ്, ഗാമോസെപ്പാലസ് ആണ്. മീൻസ് സെപ്പൽസ് ആർ ഫ്യൂസ്ഡ്, സോ ഇറ്റ് ഈസ് കാൾഡ് ഗാമോസെപ്പാലസ്. അതിൻ്റെ ഈസ്റ്റുവേഷൻ എന്ന് പറയുന്നത് ഇംബ്രിക്കേറ്റ് ആണ്. അത് രണ്ടിലും 2 ടൈപ്പ് ഓഫ് ഈസ്റ്റുവേഷൻ ആണ്. അതിൻ്റെ പെറ്റൽസിൻ്റെ ഈസ്റ്റുവേഷൻ വെക്സിലറി ആണെങ്കിൽ കാലിക്സിൻ്റെ ഈസ്റ്റുവേഷൻ ഇംബ്രിക്കേറ്റ് ആണ്. ഇംബ്രിക്കേറ്റ് നമ്മൾ പറഞ്ഞു 1 പെറ്റൽ കംപ്ലീറ്റ്ലി ഇൻസൈഡ്, 1 പെറ്റൽ കംപ്ലീറ്റ്ലി ഔട്ട്സൈഡ്, ബാക്കിയുള്ളത് ആൾട്ടർനേറ്റ് ചെയ്ത് വന്നാൽ ഇറ്റ് ഈസ് കാൾഡ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ. അപ്പോൾ കാലിക്സ് ഈസ് മേഡ് അപ്പ് ഓഫ് സെപ്പൽസ് 5, they are fused, so gamosepalous. സെപ്പൽസ് 5 ആയതുകൊണ്ട് നമുക്കറിയാം കാലിക്സ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ K എന്ന് പറഞ്ഞു. അപ്പോൾ K5 ഇതാ അവിടെ പറഞ്ഞു സെപ്പൽസ് 5, K5. പിന്നെ ബ്രാക്കറ്റിൽ കൊടുക്കാനുള്ള കാരണം പറഞ്ഞു സെപ്പൽസ് ഫ്യൂസ്ഡ് ആണെങ്കിൽ, ഗാമോസെപ്പാലസ് ആണെങ്കിൽ, ഫ്യൂസ്ഡ് ആണെങ്കിൽ അത് നമ്മൾ ബ്രാക്കറ്റിലാണ് കൊടുക്കുക. ഫ്യൂസ്ഡ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആണെങ്കിൽ വെറുതെ K5 എന്ന് എഴുതിയാൽ മതി. അപ്പോൾ ബ്രാക്കറ്റ് കൊടുക്കുന്നത് എന്തിനാണ്, ഫ്യൂഷൻ. ഗാമോസെപ്പാലസ് ഓർ പെറ്റൽസ് ആണെങ്കിൽ നമ്മൾ അതിന് ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. അപ്പോൾ അത് സെപ്പൽസിൻ്റെ കാര്യം. നെക്സ്റ്റ് വൺ കൊറോള. കൊറോള ഈസ് ദി സെക്കൻഡ് വേർഡ്. കൊറോള ഈസ് മേഡ് അപ്പ് ഓഫ് പെറ്റൽ. അതാണ് ഈ പറഞ്ഞ ഫസ്റ്റ് ലാർജ് പെറ്റൽ. ഏതാ, സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 ലാറ്ററൽ വിങ് പെറ്റൽസ് ആൻഡ് 2 ഇൻറ്റീരിയർ കീൽ പെറ്റൽസ്. അപ്പോൾ 1 ലാർജ് സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 lateral wing petals and 2 interior wing petals. ആ ഒരു അറേഞ്ച്മെൻറ്റിന് പറയുന്ന പേരാണ് വെക്സിലറി ഈസ്റ്റുവേഷൻ. ഇറ്റ് ഈസ് കാൾഡ് വെക്സിലറി ഈസ്റ്റുവേഷൻ. ഇത് ഓരോന്നും സെപ്പറേറ്റ് ആണ്, പോളിപെറ്റാലസ് ആണ്. അപ്പോൾ മീൻസ് പെറ്റൽസ് ആർ ഫ്രീ. എന്നാൽ അകത്തുള്ള ഏറ്റവും വിങ് കീൽ പെറ്റൽ മാത്രം ജസ്റ്റ് ഒന്ന് ഫ്യൂസ് ചെയ്തിരിക്കും താഴെ. അപ്പോൾ അതാണ് പോളിപെറ്റാലസ് കണ്ടീഷൻ എന്ന് പറയുന്നത്, പോളിപെറ്റാലസ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ 3 ടൈപ്സ് ഈസ്റ്റുവേഷൻ്റെ പേര് വെക്സിലറി ഈസ്റ്റുവേഷൻ. ഓർത്ത് വെക്കുക. അപ്പോൾ ഫാബേസിലെ കാലിക്സ് ഈസ് ഇംബ്രിക്കേറ്റ് ഈസ്റ്റുവേഷൻ ആൻഡ് കൊറോള ഈസ് വെക്സിലറി ഈസ്റ്റുവേഷൻ. 1 ലാർജ് സ്റ്റാൻഡേർഡ് പെറ്റൽ, 2 വിങ് പെറ്റൽസ് ആൻഡ് 2 കീൽ പെറ്റൽസ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കും. അവിടുത്തെ അറേഞ്ച് നോക്കാം. നമുക്ക് ഇവിടെ നോക്കാം. കൊറോള നോക്കാം. C1+2+2 എന്നാണ് എഴുതിയിരിക്കുന്നത്. മീൻസ് C4 കൊറോള. 1 പെറ്റൽ ഫ്രീ ആണ്, അതാണ് സ്റ്റാൻഡേർഡ് പെറ്റൽ. പിന്നെ അടുത്ത് 2 എണ്ണം ഫ്യൂസ്ഡ് ആയിട്ട് അകത്ത് കാണുന്നത്, അതാണ് 2 വിങ് പെറ്റൽസ്, അതാണ് ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് 1+2+2. അടുത്ത 2 എണ്ണം കീൽ പെറ്റൽസ് ആണ്, അതാണ് 2. ദേ ആർ ഫ്യൂസ്ഡ്, സോ ദേ ആർ പുട്ട് ഇൻ ബ്രാക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ അതാണ് C1+2+2 എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആൻഡ്രീഷ്യമാണ്. ആൻഡ്രീഷ്യം ഈസ് 10 സ്റ്റേമൻസ് ഉണ്ട്. 10 സ്റ്റേമൻസ്, അത് തന്നെ അല്പം പറഞ്ഞു. സ്റ്റേമൻസ് അവിടെ കാണുന്നത് 10 സ്റ്റേമൻസിൽ 9 എണ്ണം ഒരുമിച്ച് കൊഹസീവായിട്ട് കാണുന്നു, ചേർന്ന് കാണുന്നു, യുണൈറ്റ് ചെയ്ത് കാണുന്നു. 1 എണ്ണം മാത്രം ഫ്രീ ആയിട്ട് കാണുന്നു. അപ്പോൾ 9+1 എന്നാണ് അറേഞ്ച്മെൻറ്റ്. എന്തായാലും അങ്ങനെ 2 ബണ്ടിൽസ് ആയിട്ട് കാണുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് ഡൈ അഡൽഫസ് കണ്ടീഷൻ. അപ്പോൾ സ്റ്റേമൻസ് ആർ ഡൈഅഡൽഫസ്, മീൻസ് സ്റ്റേമൻസ് ആർ അറേഞ്ച്ഡ് ആസ് 2 ബണ്ടിൽസ്. അതിൽ തന്നെ 10 സ്റ്റേമൻസ് ഉള്ളതിൽ 9 സ്റ്റേമൻസ് ഒരുമിച്ചും 1 സ്റ്റേമൻ മാത്രം ഒറ്റയ്ക്കും കാണുന്നത്. അതുകൊണ്ടാണ് ഇവിടെ A9+1 എന്ന് എഴുതിയിരിക്കുന്നത്. അതിൽ 9 സ്റ്റേമൻസ് യുണൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്, ബ്രാക്കറ്റിൽ കൊടുക്കുന്നു. ബാക്കി 1 സ്റ്റേമൻ ഫ്രീ ആയിട്ട് കാണുന്നു. അതാണ് 9+1 എന്ന അറേഞ്ച്മെൻറ്റ്. പിന്നെ സ്റ്റേമൻസ് എല്ലാം ഡൈത്തീക്കസ് ആയിരിക്കും. സ്റ്റേമൻസ് മിക്കവാറും എല്ലാ സ്റ്റേമൻസും ഡൈത്തീക്കസ്, 2 തീക്ക ഉള്ളതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ ഗൈനീഷ്യം. ഗൈനീഷ്യം ഈസ് അറിയാം ഇന്നർ മോസ്റ്റ് ലെയറാണ്. സുപ്പീരിയർ ഓവറി എന്ന് പറയുന്നുണ്ട്. സുപ്പീരിയർ ഓവറി എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഹൈപ്പോഗൈനസ്. ഓവറി സുപ്പീരിയർ മീൻസ് മുകളിൽ കാണുന്നു, അപ്പോൾ തലാമസ് താഴെ കാണുന്നു. ആ കണ്ടീഷൻ്റെ പേര് നമ്മൾ പഠിച്ചു, ഹൈപ്പോഗൈനസ് കണ്ടീഷൻ. അപ്പോൾ സുപ്പീരിയർ ഓവറിയാണ്. മോണോ കാർപ്പലറിയാണ്, 1 കാർപ്പൽ മാത്രമേ ഉള്ളൂ. പറഞ്ഞു കാർപ്പലിൻ്റെ എണ്ണം. കാർപ്പൽ അപ്പോൾ ഇങ്ങനെ കാണുക, ഇത് വന്നിട്ട് ഇങ്ങനെ കാണുന്നു. ദിസ് ഇസ് കാർപ്പൽ, 1 സിംഗിൾ കാർപ്പൽ. അപ്പോൾ മോണോ കാർപ്പലറി. പിന്നെ പറഞ്ഞു കാർപ്പലിൻ്റെ നമ്പറും ഓവറിക്കകത്തുള്ള ചേംബർ, ഓവറിയുടെ ചേംബറിൻ്റെ പേര് ലോക്യൂൾ. ലോക്യൂളിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും എന്ന് പറയാം. അപ്പോൾ ഇത് മോണോ കാർപ്പലറി ആണെങ്കിൽ ഇതാണ് ഓവറിക്കകത്തുള്ള ലോക്യൂൾ എന്ന് ഒറ്റ ചേംബറായിട്ട് കാണുന്നു. ഇറ്റ് ഈസ് കാൾഡ് യൂണിലോക്കുലാർ. മോണോ കാർപ്പലറി ആൻഡ് യൂണിലോക്കുലാർ. നമുക്ക് മോണോ കാർപ്പലറി ആണെങ്കിൽ അത് ഒറ്റ ചേംബർ മാത്രമേ ഓവറിയിൽ കാണുള്ളൂ. ഇറ്റ് ഈസ് കാൾഡ് യൂണിലോക്കുലാർ. പിന്നെ ഓവ്യൂൾസ് ആർ മെനി. ഇതവിടെ ഇങ്ങനെ മാർജിനൽ പ്ലാസൻറ്റേഷനായിട്ട് ഇങ്ങനെ ഓവ്യൂൾസ് ഇങ്ങനെ ധാരാളമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കാം. ഓക്കെ, ഇതാണ് ഇവിടുത്തെ പ്ലാസൻറ്റേഷൻ. നെക്സ്റ്റ് വൺ അതിൻ്റെ ഫ്രൂട്ടാണ്. ഫ്രൂട്ട് ഈസ് കാൾഡ് ലെഗ്യൂം. ഫ്രൂട്ട് ഈസ് കാൾഡ് ലെഗ്യൂം. ലെഗ്യൂം ഉള്ളതുകൊണ്ടാണ് എൻ്റെ ഫാമിലിയുടെ പേര് തന്നെ ലെഗുമിനോസ എന്ന പേരൂടെ പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ ഫ്ലോറൽ ഫോർമുല ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നന്നായിട്ട് പഠിക്കുന്ന 2 ഫ്ലോറൽ ഫോർമുലയും. ദിസ് സിമ്പിൾ റെപ്രസെൻറ്റ്സ് സൈഗോമോർഫിക്. കാരണം ഇങ്ങനെ ഈ പ്ലെയിനിൽ കട്ട് ചെയ്താൽ ഈക്വൽ ഹാഫ്സ് കിട്ടുള്ളൂ. ഇറ്റ് റെപ്രസെൻറ്റ്സ് സൈഗോമോർഫിക്. It is bisexual. Both androecium and gynoecium present, so it is bisexual.
K5. K means calyx. Calyx is made of sepals. Sepals 5. But sepals are fused. Gamosepalous ആയതുകൊണ്ടാണ് അതിനെ ബ്രാക്കറ്റിൽ കൊടുക്കുന്നത്. സെപ്പൽസ് ഫ്രീ ആണെങ്കിൽ ബ്രാക്കറ്റ് വേണ്ട, നമ്പർ മാത്രം കൊടുത്താൽ മതി. C means corolla. Corolla means petals. Petals 1 plus 2 plus 2. 1 large standard petal. അത് ഫ്രീ ആണ്. 2 wing petals fused ആണ്, ബ്രാക്കറ്റ് കൊടുക്കുന്നു. 2 keel petals fused ആണ്, ബ്രാക്കറ്റ് കൊടുക്കുന്നു. നെക്സ്റ്റ് വൺ പറഞ്ഞു സ്റ്റേമൻസ് 10 ആണെന്ന് പറയാം. സ്റ്റേമൻസ് ആകെയുള്ള 10, അതിൽ ഡൈഅഡൽഫസ് ആയിട്ട് കാണുന്നു 9 സ്റ്റേമൻസ് ഒരുമിച്ചും ഒരു സ്റ്റേമൻ ഫ്രീ ആയിട്ടും കാണുന്നു. ഈ ജിയുടെ അടിയിൽ ലൈൻ കൊടുക്കുന്നത് സുപ്പീരിയർ ഓവറിക്കാണ്. പറഞ്ഞു സുപ്പീരിയർ ഓവറി. അപ്പോൾ കണ്ടീഷൻ്റെ പേര് ഹൈപ്പോഗൈനസ് കണ്ടീഷൻ. തലാമസ് താഴെയും ഓവറി മുകളിലും വരുന്നതാണ് സുപ്പീരിയർ ഓവറി എന്ന് പറയുന്നത്. മോണോകാർപ്പലറിയാണ്, യൂണിലോക്കുലാർ ആയതുകൊണ്ടാണ് G1. മോണോകാർപ്പലറി ആണെങ്കിൽ യൂണിലോക്കുലാർ ആയിരിക്കും, ഒറ്റ കാർപ്പലും ഒരു ലോക്യൂളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇറ്റ് ഈസ് G1. അപ്പോൾ ഫ്ലോറൽ ഫോം നോക്കുക, ഇറ്റ് ഈസ് സൈഗോമോർഫിക്, ബൈസെക്ഷൽ, സെപ്പൽസ് 5 ഫ്യൂസ്ഡ്, ഇറ്റ് ഈസ് കാൾഡ് ഗാമോസെപ്പാലസ്. കൊറോള വെക്സിലറി സ്റ്റേഷൻ 1 plus 2 plus 2 ഫ്യൂസ്ഡ് ആണ്. 9 plus 1 ഡൈഅഡൽഫസ് ആണ്, 1 ഫ്യൂസ്ഡ്, 1 ഫ്രീ ആണ്. G1 മീൻസ് സുപ്പീരിയർ ഓവറി, അടിയിൽ ലൈൻ കൊടുത്താൽ സുപ്പീരിയർ ഓവറി. അപ്പോൾ ഇത്രയും ഫാബേസിയുടെ ക്യാരക്ടേഴ്സ് ആണ്. നെക്സ്റ്റ് ലാസ്റ്റ് ഫാമിലി എന്ന് പറയുന്നത് ലില്ലിയേസിയാണ്. ലില്ലി ഫാമിലി. ലില്ലി ഫാമിലി എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ റോസറ്റ് ലൈക്ക് അറേഞ്ച്മെൻറ്റ്, ഒരേ പോയിന്റിൽ നിന്ന് തന്നെ ആണ് ലീവ്സ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അലോവേരയിലൊക്കെ ഉള്ളത്, അലോവേരയ്ക്ക് ഈ ഫാമിലി വരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ലീവ്സ് ആലോചിച്ച് നോക്കുക. ലില്ലി ചെടിയുടെ എല്ലാം ലീവ്സ് എല്ലാം ബേസൽ പാർട്ടിൽ നിന്ന് ഒരുപോലെ എല്ലാ സൈഡിലേക്കും വരുന്നതാണ്. അതിൻ്റെ ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഇത് സോളിറ്ററി ഫ്ലവേഴ്സ് ആയിരിക്കും. സിംഗിൾ ഫ്ലവേഴ്സ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് സോളിറ്ററി. പിന്നെ ചിലരൊക്കെ സൈമോസ് ഇൻഫ്ലോറസൻസ് ആയിരിക്കാം. ഫ്ലോറൽ ക്യാരക്ടേഴ്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഫ്ലവർ ഈസ് ബൈസെക്ഷൽ. ബൈസെക്ഷൻ ആകുമ്പോൾ സ്റ്റേമൻസ് സ്റ്റിഗ്മയും കാണുന്നു, ഓർ ആൻഡ്രീഷ്യവും ഗെയ്നീഷ്യവും പ്രസൻ്റ് ആയിരിക്കും. പിന്നെ ആക്ടോമോർഫിക് ഫ്ലവേഴ്സ് ആണ്. ഏത് വെർട്ടിക്കൽ റേഡിയൽ പ്ലെയിനിൽ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ്സ് ആക്കി മാറ്റാൻ കഴിയും. ഇറ്റ് ഈസ് കോൾഡ് ആക്ടോമോർഫിക്. ഇതാണ് ആക്ടോമോർഫിക്കിൻ്റെ സിമ്പിൾ. ഇവിടെ നമ്മൾ പറഞ്ഞത് സൈഗോമോർഫിക് ആയിരുന്നു. ഈ സിമ്പിളോ ഈ പെർസെൻറ്റേജ് സിമ്പിളോ കൊടുത്താൽ സൈഗോമോർഫിക് ആണ്. ഇതിപ്പോൾ എന്താണ്, ആക്ടോമോർഫിക് ആണ്. പിന്നെ ഇത്തരം ഫ്ലവേഴ്സിൽ ബ്രാക്റ്റ് പ്രസൻ്റ് ആയിരിക്കും. ബ്രാക്റ്റ് ഉണ്ടെങ്കിൽ സച്ച് ഫ്ലവേഴ്സ് ആർ കോൾഡ് ബ്രാക്റ്റിയേറ്റ് ഫ്ലവേഴ്സ്. അതാണ് BR കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. BR മീൻസ് ബ്രാക്റ്റിയേറ്റ് ഫ്ലവർ. ഇത് ആക്ടോമോർഫിക്. ആക്ടോമോർഫിക് മീൻസ് ഏത് വെർട്ടിക്കൽ പ്ലെയിനിൽ കട്ട് ചെയ്താലും ഈക്വൽ ഹാഫ്സ് കിട്ടും. പിന്നെ ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത, ഇവിടെ കാലിക്സ് ആൻഡ് കൊറോള ആർ ആബ്സെൻറ്റ്. കാലിക്സ് ആൻഡ് കൊറോള ഫ്യൂസ്ഡ് ആണ്. കാലിക്സ് ആൻഡ് കൊറോള ഫ്യൂസ്ഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് കാൾഡ് പെരിയാന്ത്. പെരിയാന്ത് ഈസ് റെപ്രസെൻറ്റഡ് ബൈ P. അവിടെ തന്നെ 2 ലെവലിലാണ് അത് കാണുക. ആകെ ഉള്ളത് 6 ടെപ്പൽസ് ആണ് കാണുക. പെരിയാന്തിസ് മേഡപ്പ് ഓഫ് ടെപ്പൽസ് എന്ന് പറയും. അതിൽ തന്നെ പുറത്തെ മാർജിനിൽ 3 എണ്ണവും അകത്തെ മാർജിനിൽ 3 എണ്ണവുമായിട്ടാണ് അവിടെ ഫ്ലവേഴ്സിൽ എന്താ അറേഞ്ച് ചെയ്യുക, ടെപ്പൽസ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ കാലിക്സ് ആൻഡ് കൊറോള ആർ ആബ്സെൻറ്റ്. ഇൻസ്റ്റെഡ് ഓഫ് കാലിക്സ് ആൻഡ് കൊറോള അവിടെ ഉള്ളത് പെരിയാന്താണ്. പെരിയാന്തിസ് മേഡപ്പ് ഓഫ് ടെപ്പൽ. അത് ആകെ ഉള്ളത് 6 ടെപ്പൽസ് ആണ്. അതിൽ 3 എണ്ണം പുറത്തെ പ്ലെയിനിലും 3 എണ്ണം അകത്തെ പ്ലെയിനിലായിട്ട് കാണുന്നത്. അതാണ് 3+3 എന്നിവിടെ കൊടുത്തിരിക്കുന്നത്. അത് സെയിം പ്ലെയിനിലാണ് വരുന്നത്, നോ ഓവർലാപ്പിംഗ്. സോ ഇറ്റ് ഈസ് വാൽവേറ്റ് ഈസ്റ്റേഷൻ എന്നും പറയാം. ഓക്കെ. ഇനി ആൻഡ്രീഷ്യം 6 ആണ്. സ്റ്റേമൻസ് 6 ഉണ്ട്. അതിൽ 3 പെറ്റൽസിൽ വീതമായിട്ടാണ് അറ്റാച്ച് ചെയ്ത് കാണുന്നത്. ടെപ്പൽസുമായിട്ട് അറ്റാച്ച് ചെയ്താണ് സ്റ്റേമൻസ് കാണുക. എങ്കിൽ ആ കണ്ടീഷൻ്റെ പേര് നമ്മൾ പഠിച്ചു, എപ്പിഫിലസ് സ്റ്റേമൻ. എപ്പിഫിലസ് ഒക്കെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. എപ്പിഫിലസ് സ്റ്റേമൻ മീൻസ് സ്റ്റേമൻസ് ആർ അറ്റാച്ച് ടു ദ ടെപ്പൽ. അതായത് ടെപ്പൽസ് കാണുന്ന 2 ലെവൽ ആണെങ്കിൽ സ്റ്റേമൻസ് കാണുന്നതും അങ്ങനെ തന്നെയാണ്. അതാണ് 6 3+3 എന്ന് കൊടുത്തിരിക്കുന്നത്. ഗൈനീഷ്യം മീൻസ് ട്രൈ കാർപ്പലറി. 3 കാർപ്പൽസ് ആണുള്ളത്. കാർപ്പൽസ് 3 ആണെങ്കിൽ ലോക്യൂള് 3 എണ്ണം തന്നെ. അതാണ് ട്രൈ കാർപ്പലറി, ട്രൈ ലോക്കുലാർ എന്ന് പറയുന്നത്. പിന്നെ കാർപ്പൽസ് ആർ ഫ്യൂസ്ഡ്. സോ ഇറ്റ് ഈസ് കാൾഡ് സിങ്കാർപ്പസ്. 3 കാർപ്പൽസ് ഉണ്ടെങ്കിലും 3 കൂടെ ഫ്യൂസ്ഡ് ആണ്. സോ ഇറ്റ് ഈസ് കാൾഡ് സിങ്കാർപ്പസ്. പിന്നെ ഓവറി സുപ്പീരിയർ ഓവറി മീൻസ് ഹൈപ്പോഗൈനസ് കണ്ടീഷൻ, തലാമസ് താഴെ. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള 2 ഫാമിലിയും സുപ്പീരിയർ ഓവറി തന്നെയാണ്. സുപ്പീരിയർ ഓവറി ആകുമ്പോഴത്തേക്ക് ജിയുടെ അടിയിൽ, ഗൈനീഷ്യത്തിൻ്റെ അടിയിലാണ് ലൈൻ കൊടുക്കേണ്ടത്. അപ്പോൾ കണ്ടീഷൻ ഹൈപ്പോഗൈനസ് ആണ്. ഇവിടുത്തെ ഫ്ലോറൽ ഫോർമുല നോക്കുക, BR റെപ്രസെൻറ്റ് ബ്രാക്റ്റിയേറ്റ്. അപ്പോൾ ബ്രാക്റ്റ് പ്രസൻറ്റ്. സോ ബ്രാക്റ്റിയേറ്റ് ഫ്ലവർ ഇറ്റ് റെപ്രസെൻറ്റ്സ് എന്താണ്, ആക്ടിനോമോർഫിക്. ഇതെന്താണ്, സൈഗോമോർഫിക്. ഇത് ആക്ടോമോർഫിക്. ഏത് വെർട്ടിക്കൽ പ്ലെയിനിൽ കട്ട് ചെയ്ത് ഈക്വൽ ഹാഫ്സ് കിട്ടുന്നു. പിന്നെ ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ പ്രസൻറ്റ്. സോ ഇറ്റ് ഈസ് ബൈസെക്ഷൽ. ദെൻ P ഫോർ പെരിയാന്ത്. ടെപ്പൽസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അത് 6 ആണ് ടോട്ടൽ. അത് 3+3 2 ലെവലായിട്ട് കാണുന്നു. ആൻഡ്രീഷ്യം അങ്ങനെ തന്നെയാണ്. സ്റ്റേമൻസ് 6 ഉണ്ട്. അത് 3+3. അതിൽ തന്നെ സ്റ്റേമൻസ് ആർ അറ്റാച്ച് ടു ദ പെരിയാന്ത് ഓർ ടെപ്പൽ. അതുകൊണ്ടാണ് ഈ കൊഹഷൻ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത് അവിടെ. ഈ കണ്ടീഷൻ്റെ പേര് എപ്പിഫിലസ് സ്റ്റേമൻ. എപ്പിഫിലസ് സ്റ്റേമൻ മീൻസ് സ്റ്റേമൻസ് ആർ അറ്റാച്ച് ടു ദി പെരിയാന്ത്. സോ അതിനെ തമ്മിൽ കോഴ്സ് ചെയ്തു. നെക്സ്റ്റ് വൺ G ആണ്. G മീൻസ് ഗൈനീഷ്യം. അത് സുപ്പീരിയർ ഓവർ ചെയ്തുകൊണ്ട് അണ്ടർലൈൻ ചെയ്തു. പിന്നെ ട്രൈ കാർപ്പലറി, ട്രൈ ലോക്കുലാർ ആണെന്ന് പറയും. അതാണ് G3. ഇവിടെ ആണെങ്കിൽ മോണോ കാർപ്പലറി ആയതുകൊണ്ടാണ് G1 വരുന്നത്. അവിടെ ട്രൈ കാർപ്പലറി ആയത് 3 കാർപ്പൽസ് ആൻഡ് 3 ലോക്കുലാർ ആയതുകൊണ്ട് G3 എന്ന് പറയുന്നത്. ഫ്ലോറൽ ഫോർമുല നന്നായിട്ട് പഠിക്കണം. അപ്പോൾ മോർഫോളജിയിലെ ഫോക്കസ് ഏരിയ കംപ്ലീറ്റ് ആയി.